ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നത് കാണുകയാണ്. ഭവനം അതേതെന്നറിയുവാൻ വഴിയില്ല. അതിനാൽ അതിരാവിലെ അറിയുന്നതാ ശരിയെന്ന് ഓർത്തിട്ടുടൻ ത്വൽഹത്തതാ മടങ്ങുന്നു. രാത്രിയിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കയറിയ വീട്ടിലേക്ക് ഞാനിപ്പോ പോയാൽ അത് പോകുന്ന അത്ര റെഡിയല്ല, രാവിലെ വരാം. ആ വീട് നോക്കി വെച്ചിട്ട് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു മടങ്ങി. സുബ്ഹാനല്ലാഹ്. പ്രഭാത സമയമായപ്പോൾ ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു വരികയാണ്, ആ വീട്ടിലേക്ക് വരികയാണ്. നേരം പുലർന്നുടൻ ചെന്നടോ ത്വൽഹത്ത് ചോദിച്ചു കൊണ്ട് കടന്നു വീടിനകത്ത്. രാവിലെ തന്നെ അനുവാദം ചോദിച്ചിട്ട് ആ കുടിലിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതിന്റെ ഉള്ളിലുള്ള അവസ്ഥ അറിയില്ല, അതിന്റെ ഉള്ളിൽ ആരെന്നറിയില്ല, അതിൽ ആരൊക്കെ താമസിക്കുന്നു അറിയില്ല, അവരുടെ സ്വഭാവം അറിയില്ല, അവരുടെ വിശേഷങ്ങളൊന്നും അറിയില്ല. പക്ഷേ ചെറിയ ഒരു കുടിലാണ്. ആ കുടിലിന്റെ ഉള്ളിലേക്ക് മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. അതാ അനുവാദം ചോദിച്ചുകൊണ്ട് വീട്ടിന്റെ അകത്തേക്ക് കടക്കുകയാണ്. കടന്നു ചെല്ലുമ്പോൾ പനനാരു കൊണ്ട് വരിഞ്ഞ കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമേലുണ്ടതിൽ. ഒരു പഴയ പനയുടെ നാരുകൊണ്ട് വരിഞ്ഞ് ശരിയാക്കിയ ഒരു കട്ടില്, അതിൽ പഴയ മുണ്ടൊക്കെ വിരിച്ചിട്ടൊരു പാവപ്പെട്ട തള്ള അതിൽ കിടക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം വലിയ രോഗമുള്ള തള്ളയാണ്, വലിയ പ്രയാസമുള്ളവരാണ്, ബുദ്ധിമുട്ടുള്ളവരാണ്, ക്ഷീണിതയാണ്. തന്നെ ത്വൽഹത്ത് റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾക്കു സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. നിങ്ങൾക്ക് ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്? നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ആരാണുള്ളത്? ഉടൻ തന്നെ ആ ഉമ്മ പറയുകയാണ്, എനിക്കെന്റെ റബ്ബുണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മ പറയുകയാണ്, രോഗത്തിലായി കിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ ആരോ ഒരാളടുത്തെന്നും. ഞാൻ എന്നു മുതലാണോ കിടപ്പിലായത് അന്നു മുതൽ എന്റെ അടുക്കൽ ഒരാൾ വരും. രാത്രിയിൽ എന്റെ അടുക്കൽ ഒരാൾ വരും. അയാൾ വന്നിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ്? കാഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. ഞാൻ കിടക്കുന്ന കിടപ്പിലാണ് കാഷ്ടിക്കലും മൂത്രിക്കലും. കാരണം എനിക്ക് വയ്യ, ഞാൻ രോഗശയ്യയിലാണ്, എനിക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല. ആ സമയത്ത് ഞാൻ കാട്ടിച്ചു വെച്ച എന്റെ കാട്ടമുള്ള ചട്ടി, മൂത്രമുള്ള ആ പാത്രം അതെടുത്തുകൊണ്ടുപോയി ശുദ്ധീകരിക്കുകയാണ്. അത് കൊണ്ടുപോയി ശുദ്ധീകരിക്കുകയാണ്. ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. പിന്നെയും ആ പാത്രം കൊണ്ടുപോയി അവിടെ വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടങ്ങ് പോവുകയല്ല, സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമെല്ലാം നീങ്ങുവാനുതകുന്നതാ. കേവലം പാത്രം വെച്ച് അങ്ങ് പോവല്ല, അടുത്തു വന്നിരുന്ന് വളരെ സന്തോഷമുള്ള വർത്തമാനങ്ങൾ പറയുന്നു, വളരെ റാഹത്തായ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. തന്റെ എല്ലാ വിഷമങ്ങളും മാറുന്ന രൂപത്തിൽ അതാ സന്തോഷമുള്ള വർത്തമാനങ്ങൾ പറയുകയാണ്. ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു ഇത് കേട്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമെല്ലാം നീങ്ങുവാനുതകുന്നതാ. എന്നിട്ടോ പൊതിയെന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ, സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. ഒരു പൊതിയഴിച്ച് തനിക്ക് ഭക്ഷണവും തന്നു, അതെല്ലാം വാരി വായിൽ വെച്ച് തന്നെ ഭക്ഷിപ്പിച്ച് സന്തോഷം പറഞ്ഞ് മടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഉമ്മയ്ക്കറിയില്ല, ഖലീഫയാണെന്നറിയില്ല.
ഇന്നലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നത് ഈ ഉമ്മയെ പരിചരിക്കാനാണെന്ന് അറിയില്ല, ആ കാരുണ്യ പ്രവർത്തനത്തിന് വന്ന ആളാണെന്ന് അറിയില്ല, ആ വലിയ ധാർമ്മിക ഉത്തരവാദിത്തത്തിന് വന്ന ആളാണെന്നറിയില്ല, ആ റിലീഫിന് വന്ന ആളാണെന്നറിയില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ ഇത്. ഉമ്മ അറിയുന്നില്ല. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു നിലവിളിച്ചുകൊണ്ട് പറയുകയാ, സുബ്ഹാന റബ്ബി, ഞാൻ ഇന്നലെ കണ്ടത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഈ വീട്ടിൽ നിന്ന് ഈ മാതാവിനെ പരിചരിക്കാനായിരുന്നു. ആരുമില്ലാത്ത ആരോരുമില്ലാത്ത വിഷം നൊട്ടിയ വയറുമായി രോഗബാധിതയായി കിടക്കുന്ന ഈ പ്രിയപ്പെട്ട ഉമ്മാനെ പരിഗണിക്കാനാണോ ഞങ്ങളുടെ രാജാവ് പാതിരാവിൽ ഈ വീട്ടിൽ കയറിയത്? ഇത് കേട്ടുടൻ തൽഹത്തദാ കരയുന്നു. അറിവുണ്ടോയേ ഉമ്മ അതാരാണെന്ന്? കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഓ ഉമ്മ. ഇത് കേട്ടുടൻ തൽഹത്തദാ കരയുന്നു. അറിവുണ്ടോയേ ഉമ്മ അതാരാണെന്ന്? കിസ്റാ പനിക്കും കൈസറും വിറയ്ക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. ഇത് കേവലം ഒരു വ്യക്തിയല്ല ഉമ്മ, ഇത് കേവലം നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഉമ്മ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർ കുള്ളിമാമാണല്ലോ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. അത് അമീറുൽ മുഅ്മിനാണ് ഉമ്മ, അത് അമീറുൽ മുഅ്മിനാണ് ഉമ്മ, അത് സയ്യിദനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ഉമ്മ. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മ ഞെട്ടിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിന്റെ മുഖമുദ്ര അതായിരിക്കണം. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പരിചയമില്ലാത്ത ആരുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വലിയ ധീരനാണ്, വലിയ പോരാളിയാണ്, നീതി എന്ന രണ്ടക്ഷരത്തിന് വേണ്ടി നിലകൊണ്ട മഹാനാണ്. ലോകത്തിൽ ഇത്രമേൽ നീതിയുടെ അടയാളപ്പെടുത്തലുകൾ നടത്തിയ മറ്റൊരു രാജാവില്ല. ഗാന്ധിജി പോലും അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഭരണം അത് ഖലീഫ ഉമറിന്റെ ഭരണമാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായ ഒരു ചരിത്രമാണ്. നീതിയുടെ കാര്യത്തിൽ ആരോടും വിട്ടുവീഴ്ചയില്ല. ഈ ഗൗരവം ഉള്ളിടത്തോളം ഉള്ള ഒരു സമയത്തും ആ നാണയത്തിന്റെ അപ്പുറത്ത് വലിയ കാരുണ്യമുള്ള മഹാനായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വലിയ സഹനതയുള്ള മഹാനായിരുന്നു ഉമറുൽ ഫാറൂഖ്. വലിയ റിലീഫ് ചെയ്യുന്ന ആളായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറിയ ചില വർത്തമാനങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ ഇപ്പോൾ എത്തും. ഉടൻ തന്നെ നമ്മുടെ സംസാരം തീരും. അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. പഴയ കാലമല്ല യുവാക്കളെ, മുമ്പൊക്കെ രക്ഷപ്പെടാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നരകത്തിലേക്ക് പോകാനുള്ള വാതിലുകളാണ് പരിസരങ്ങളിൽ മുഴുവനും തുറന്നു വെക്കപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാ നന്മയുടെയും മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണമുണ്ട്. ഞാൻ അതിനെ തലനാരിഴകേറി ചർച്ച ചെയ്യുന്നില്ല. ഇന്ന് വയതാർക്കും വേണ്ട, ആ വയതിന്റെ മൂല്യവും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. പ്രഭാഷണങ്ങളുടെ മൂല്യം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഇബാദത്തുകളുടെ മൂല്യം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. പരിസരത്തേതെങ്കിലും കളിയുണ്ടെങ്കിൽ അന്ന് ആ വയതിന്റെ സദസ്സിൽ ആളുണ്ടാവില്ല. ഏതിനാണ് ചെറുപ്പക്കാർ മൂല്യം കൊടുക്കുന്നത്? ഏതിനാണ് ചെറുപ്പക്കാർ സപ്പോർട്ട് കൊടുക്കുന്നത്? ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നല്ല ആരോഗ്യമുള്ളൊരു സമയം. എന്തിനാണത്? അല്ലാഹുവിനെ വെല്ലുവിളിക്കാനല്ല, പടച്ചവനെ വെല്ലുവിളിക്കാനല്ല. പരിശുദ്ധമായ റമളാനാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്,
അഫലാ യതൂബൂന ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ലേ? ഒന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലേ? വല്ലാഹു യസ്തഗ്ഫിറൂനഹു, അവനോട് പൊറുക്കലിനെ തേടുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു നിങ്ങളുടെ ദോഷം പുറത്തു തരുന്നവനാണ്. അല്ലാഹു നിങ്ങളെ പരിഗണിക്കുന്ന ആളാണ്. ഒരു വിഷമവും ആ കാര്യത്തിൽ വേണ്ട, ഒരു ബേജാറും ആ കാര്യത്തിൽ വേണ്ട. അഫലാ യതൂബൂന ഇലല്ലാഹ്, നമ്മെ സൃഷ്ടിച്ച അല്ലാഹു ചോദിക്കുകയാണ്, നമ്മളെ പടച്ച സൃഷ്ടാവ് നമ്മളോട് ചോദിക്കുകയാണ്, പടച്ചവനിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുന്നില്ലേ? അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുന്നില്ലേ എന്ന് പടച്ചവനാണ് ചോദിക്കുന്നത്. നമ്മൾ ഇന്ന് വരെ ആ ഭാഗം ചിന്തിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ടൊരു തൗബ, ആത്മാർത്ഥമായിട്ടൊരു പശ്ചാത്താപം. നമ്മളാരും മലക്കുകളല്ല, നമ്മളൊക്കെ മനുഷ്യരാണ്. പാപങ്ങൾ വന്നു പോകുന്നവരാണ്, തെറ്റുകൾ വന്നു പോകുന്നവരാണ്. തെറ്റ് വന്ന് ഒരു പക്ഷേ ജീവിതത്തിൽ പശ്ചാത്താപം കണ്ടിട്ടുണ്ടാവും, പിന്നെയും തെറ്റ് ചെയ്തു പോവും, പിന്നെയും പാപം വന്നു പോവും. മനുഷ്യരുടെ അവസ്ഥ അതാണ്. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മറവി എന്നുള്ള ഒരു പദത്തിൽ നിന്നും എടുത്തൊരു പദമാണ്. ഇൻസാൻ, അവൻ മറന്നുപോകും. മറവി ഒരർത്ഥത്തിൽ അനുഗ്രഹമാണ്. മറവിയില്ലെങ്കിലും മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. ജീവിതത്തിൽ എത്രയോ ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ വിഷമകരമായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും അത് ചിന്തിച്ചാൽ ഉറക്കം നഷ്ടപ്പെടുന്ന എത്രയോ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ എപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും അയാൾക്ക് ജീവിക്കാൻ പറ്റൂല. മറവി അനുഗ്രഹമാണ്. പക്ഷെ മറക്കേണ്ടത് മാത്രം മറക്കുക. അടിസ്ഥാനപരമായ ചില കാര്യങ്ങളും നാം മറന്നു പോവുകയാണ്. നമ്മുടെയൊക്കെ ആ മറവിയുടെ ലോകമെന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഒരു ലോകമുണ്ട്, നാളെ ഒരു അനശ്വരമായ ലോകമുണ്ട്, നമുക്കൊരു മരണമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ള കാര്യം നമ്മൾ മറന്നു പോകാൻ, അതാണ് ഏറ്റവും വലിയ മറവി. ജീവിതത്തിൽ ഏറ്റവും 100% ഉറപ്പുള്ള കാര്യം നമ്മൾ മറക്കുന്നു, അതാണ് ഏറ്റവും വലിയ അപകടം. ഏതാ 100% ഉറപ്പ്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരിച്ചു എന്നല്ല, എല്ലാവരും മരിച്ചു എന്നല്ല ഖുർആൻ പറയുന്നത്. ഖുർആന്റെ ശൈലി നിങ്ങൾ മനസ്സിലാക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യ ശരീരവും മരണത്തെ ടേസ്റ്റ് ചെയ്യും. എല്ലാ ശരീരങ്ങളും മരണത്തെ ടേസ്റ്റ് ചെയ്യും. സുബ്ഹാനല്ലാഹ്, അതങ്ങോട്ട് രുചിച്ചറിയും. ഗുളിക കഴിക്കുന്നത് പോലല്ല. ഗുളിക എങ്ങനെ കഴിക്കുക? ഗുളിക വായിലിട്ടിട്ട് നമ്മൾ അതിന്റെ ടേസ്റ്റ് അറിയാതിരിക്കാൻ പെട്ടെന്ന് തന്നെ വിഴുങ്ങും, അല്ലേ? അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കും. അതിന്റെ ടേസ്റ്റ് അറിയുന്നത് നമുക്ക് പ്രയാസമാണ്, പക്ഷേ ഗുളിക കഴിക്കൽ നിർബന്ധമാണ്. മറിച്ചോ, ഒരു മുട്ടായി നമ്മുടെ കിട്ടിയാലോ, ഒരു ചോക്ലേറ്റ് കിട്ടിയാലോ, അത് വായിലിട്ട് കിട്ടാൽ നമ്മുടെ സർവ്വ സിരകളും ആസ്വദിച്ച്, ചിലപ്പോൾ അത് തീർന്നു പോകലെ. ചില കുട്ടികൾ ഇങ്ങനെ കുറച്ച് മുട്ടായി വിട്ട് പോക്കലെടുത്തിടും, കുറച്ചു നേരം കഴിഞ്ഞ് ഒന്നും കൂടെ വായിലിടും. അപ്പൊ തീർന്നു പോകല്ലേ എന്ന് ചിന്തിക്കും. സർവ്വ സിരകളിലും അതിന്റെ ആസ്വാദനം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ മരണം ആ നിലക്ക് സർവ്വ സിരകളും ടേസ്റ്റ് ചെയ്തു പോകുന്ന ഒന്നാണ്. ഗുളിക കഴിക്കുന്ന പോലെ നമ്മൾ അറിയാതെ നമ്മുടെ റൂഹിനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയല്ല. അള്ളാഹു ചിന്തിക്കാൻ തൗഫീക്ക് തരട്ടെ. ആലോചിച്ച് നോക്കിയേ, ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയാകുന്ന മനുഷ്യർ, ആ മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ 300 മലക്കുകളാണുള്ളത്. 300 മലക്കുകൾ, 150 മലക്ക് വലതു ഭാഗത്തുണ്ടാവും, 150 മലക്കുകൾ ഇടതു ഭാഗത്തുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ മരണവെപ്രാളത്തിൽ പെടയാത്തത്? ഇത്രയും വലിയ വേദനയുള്ള ചെറുപ്പക്കാരെ ചിന്തിക്കാൻ പറയാണ്. അടിച്ചു പൊളിച്ച് അരങ്ങ് തകർത്ത് അള്ളാഹുവിനെ വെല്ലുവിളിച്ച്, ഞാൻ ഇപ്പോഴെങ്ങും മരിക്കൂല, എന്റെ ഓക്സിജൻ ഇപ്പോഴെങ്ങും തീർന്നു പോവില്ല, ഞാൻ ഇപ്പോഴെങ്ങും കഫൻ തുണിയിൽ കയറൂല, ഞാൻ ഇപ്പോഴെങ്ങും റൂഹ് പിരിയുന്ന ആളല്ല, എനിക്കൊരുപാട് കാലം ജീവിക്കാനുണ്ട് എന്ന് അഹങ്കാരഭാവത്തിൽ പോകുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന പെങ്ങളെ, മധുര 17 നിനക്ക് അല്ലാഹു തന്ന അനുഗ്രഹമാണ്, പരീക്ഷണവും കൂടിയാണ്. ഇതൊക്കെ മറന്നു പോകുന്ന പെങ്ങന്മാരും ചെറുപ്പക്കാരികളും ആലോചിക്കാൻ പറയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനല്ലാത്ത ഏത് ജീവികളാണെങ്കിലും അവയുടെ മരണസമയത്തുള്ള പെടപ്പ് നമുക്ക് കാണാൻ സാധ്യമാണ്.
ഒരു നാടൻ കോഴി അറുത്താൽ അത് കുതിച്ചു ചാടും, ഫുട്ബോൾ കുതിക്കുന്നത് പോലെ. മറ്റേ കോഴിയാണെങ്കിൽ അറുക്കുകയും വേണ്ട, ഒന്ന് പെരട്ടിയാൽ മതി, അത് മരിച്ചു പോകും. ഏത് കോഴിയാ? ഏത് കോഴിയാണ് നമ്മൾ സ്ഥിരം വാങ്ങുന്ന കോഴി? ഏതാ നാടൻ അല്ലാത്ത കോഴി? ഏതാണ്? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. കോഴി എന്ന് പറഞ്ഞ സാധനത്തിന് പരിചയമില്ലെന്ന് തോന്നുന്നു. നൂഡിൽസോ? ഏത് കോഴിയാ നിങ്ങളെന്താ കോഴിക്ക് പറയാ? സാധാരണ നമ്മൾ വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന കോഴി? ആ ഇറച്ചി കോഴി, അത് തന്നെ. പ്രിയപ്പെട്ട താജു സാഹിബ് പറഞ്ഞ ഇറച്ചി കോഴി അത് തന്നെ. അതിന് ഇറച്ചി മാത്രമേ ഉള്ളൂ, കോഴിയില്ല. അതുകൊണ്ടാണ് ഇറച്ചി മുന്തിച്ചത്. കോഴി രണ്ടാമതാ പറയാ, കോഴി ഇറച്ചി എന്നല്ല പറയാ. ഇറച്ചി കോഴി എന്നാ പറയാ. കോഴി എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പലതില്ല. എന്തുകൊട്ടെ ഇനി കോഴിക്കടക്കാരെന്നെ വഴി തടയരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അല്ലാഹു തആല എല്ലാ പ്രസ്ഥാനത്തിലും ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറയുന്നത്, ഒരു നാടൻ കോഴിയെ നമ്മൾ ബിസ്മി ചൊല്ലി അറുത്ത് ഇട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മാറിപ്പോവും. ഇതിനാണ് ബ്ലഡ് തെറിച്ച് വീഴാൻ. അതങ്ങനെ ഇപ്പുറത്തെ മതിൽ നിന്ന് ചാടി അപ്പുറത്തെ ചിലപ്പോൾ മതിലിന്റെ അപ്പുറത്ത് പോകും. അമ്മാതിരി പിടപ്പാണ് റൂഹ് പിരിയുമ്പോൾ ഒരു കോഴിയുടെ പിടപ്പ്. പോത്തിനെ ഇറക്കുന്ന സമയം സുബ്ഹാനല്ലാഹ് എത്രമേൽ ബലം പിടിച്ചിട്ടാണ് അതിനെ അറുത്ത് അതിൻ്റെയും പിടപ്പ് നമ്മൾ കാണാറുണ്ട്. എന്നാലോ ഈ മനുഷ്യൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ റൂഹ് പിരിയുന്ന സമയം പിടയ്ക്കാറുണ്ടോ? ഇങ്ങനെ കുതിച്ചു ചാടാറുണ്ടോ? അട്ടഹസിക്കാറുണ്ടോ? ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ വേദനയുള്ളവനാണ് മനുഷ്യൻ. ഇതിനേക്കാൾ ഏറ്റവും വലിയ ബേജാറുള്ളവനാണ് മനുഷ്യൻ. ഈ ജീവികളെക്കാളേറെ പരലോകത്തിന്റെ അത്ഭുതങ്ങൾ കാണുന്നവനാണ് മനുഷ്യൻ. അസ്രായിലിന്റെ തനി നിറം കാണുന്നവനാണ് മനുഷ്യൻ. ബർസഖിന്റെ ലോകത്തിന്റെ ഡോറ് തുറക്കുന്നത് കാണുന്നവനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ എന്തുകൊണ്ട് പെടയുന്നില്ല? ഈ 300 മലക്കുകൾ അവനെ പിടിച്ചു വെക്കുകയാണ്. ഈ 300 മലക്കുകൾ അവനെ പിടിച്ച് അമർത്തി വെക്കുകയാണ്. അവരുടെ പിടിയെങ്ങാണം വിട്ടാൽ ഒരു മയ്യത്തിന്റെ അടുക്കലേക്കും ഒരാൾ വരൂല. ഒരു ഖബർസ്ഥാനിൽ മയ്യത്തടക്കാൻ ഒരാൾ ഉണ്ടാവൂല. ഒരു മയ്യത്ത് നിസ്കരിക്കാൻ ഒരു കുഞ്ഞിനെ കിട്ടൂല. അത്രമേൽ അട്ടഹാസമായിരിക്കും, അത്രമേൽ കുതിച്ചുചാട്ടമായിരിക്കും, അത്രമേൽ വീട് പൊളിച്ച് പുറത്തു പോകുന്ന വലിയ അത്ഭുതമായിരിക്കും മനുഷ്യൻ കാണിക്കുക. പക്ഷേ 300 മലക്കിനെ കൊണ്ട് അല്ലാഹു പിടിച്ചു വെച്ചു. ഇത് കഥയല്ല ചെറുപ്പക്കാരാ, ഇത് ചരിത്രമല്ല. എനിക്കും നിങ്ങൾക്കും നാളെ വരാനുള്ളൊരു അത്ഭുതമാണ് പറയുന്നത്. നമ്മുടെ ലോകത്തിൽ ഇന്ന് നമ്മളിതൊക്കെ പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ അസ്രായിലിനെ കാണാൻ ഒരുപാട് നാളുണ്ടല്ലോ. യുവാക്കൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഉസ്താദേ, നല്ല മസിൽ പവറുള്ള ബോഡിയാണ്, നല്ല കരുത്തുള്ള ശരീരമാണ്, നല്ല ഹൈ പവർ ബോഡിയാണ്, ഞാൻ മധുര 17കാരിയാണ്, ഞാൻ മാംസളമായ ഭാഗങ്ങളുള്ള പെണ്ണാണ്, എന്നെ ആര് കണ്ടാലും ശ്രദ്ധിക്കുന്ന പൊന്നുമോളാണ്, ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പൊന്നുമോളാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മോശമൊന്നുമില്ല. സൗന്ദര്യം കൊടുത്ത അല്ലാഹു പരീക്ഷിക്കും, സൗന്ദര്യം ഇല്ലാതെ അല്ലാഹു പരീക്ഷിക്കും. സൗന്ദര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ കണ്ണിൽ പറയുന്നൊരു കൺസെപ്റ്റാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് മനുഷ്യൻ തീരുമാനിക്കുന്നതാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ സൗന്ദര്യം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ സൗന്ദര്യമാണ്. ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മുഖത്തല്ല, തഖ്വയുടെ സൗന്ദര്യമാണ്. അയാൾ ബ്യൂട്ടിയാണെന്ന് പറയണമെങ്കിൽ അയാളെ ഖൽബ് നന്നാവണം. അതാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആപ്പിള് പോലെ ചുവന്നുകൊടുത്ത് വലിയ ഗ്ലാമറുള്ള മഹാൻ. തൊട്ടപ്പുറത്ത് ആ പാത്രത്തിൽ അപ്പുറത്ത് ഒരു കൈയുണ്ട്, അതേ കരിക്കട്ട പോലെ കറുത്ത ബിലാൽ. രണ്ടുപേരും ഇസ്ലാമിൽ ഒരേ സൗന്ദര്യമുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരേ സ്ഥാനമുള്ള അതിഥികളാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ സൽമാനുൽ ഫാരിസിയെക്കാളും പവർ ബിലാലിനാണ്. അപ്പൊ ഇസ്ലാമിന്റെ സൗന്ദര്യം തൊലിവെളുപ്പല്ല, ഇസ്ലാമിന്റെ സൗന്ദര്യം മസിൽ പവറല്ല, ഇസ്ലാമിന്റെ സൗന്ദര്യം സമ്പത്തിന്റെ വർധനവല്ല, ഇസ്ലാമിന്റെ സൗന്ദര്യം തഖ്വയാണ്, തഖ്വയാണ്, തഖ്വയാണ്. ചെറുപ്പക്കാരാ, അതുകൊണ്ട് ഇപ്പോഴെങ്ങും ഞാൻ മരിക്കൂല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവൻ അള്ളാഹുവിനെ മറക്കാതെ മുന്നോട്ട് പോകണം. ഇസ്രായേലിനെ ഞാൻ കാണുമോ? ഇസ്രായേലിനെ ഞാൻ കണ്ടുമുട്ടുമോ? നിങ്ങൾ ആലോചിച്ചു നോക്കി, എത്ര അത്ഭുതകരമായ ഒരവസ്ഥയിലാണ് മരണമാസന്നമാകുന്ന സമയത്തൊരു മനുഷ്യൻ അകപ്പെടുന്നത്. എത്ര അത്ഭുതകരമായ അവസ്ഥയിലാണ്.
ഇപ്പോൾ നമ്മുടെ കൺമുമ്പിലുള്ള വസ്തുക്കൾ തന്നെ 95% സംഭവങ്ങളും ഒരാൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധ്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂമിയില്, ഈ പ്രപഞ്ചത്തില് ഇപ്പോൾ നമ്മുടെ കൺമുമ്പിലുള്ള വസ്തുക്കളിൽ 95% വസ്തുക്കളും ബ്ലാക്ക് എനർജിയും ബ്ലാക്ക് മാറ്ററുമാണ്. സയൻസാണ് പറയുന്നത്, വളരെ കൃത്യമാണ്. പിന്നെ നമ്മൾ കാണുന്നതോ പ്രപഞ്ചത്തിലുള്ള ആകെ ഉള്ളത് 5% മാത്രമേ ഉള്ളൂ. ദുനിയാവിലുള്ളത് തന്നെ ഭൗതികമായ കാര്യം പറയുന്നത്. അപ്പൊ പിന്നെ ആത്മീയമായ കാര്യത്തിൽ നമുക്ക് കണ്ണിന് ഇപ്പൊ കിട്ടണമെന്ന് പറഞ്ഞാൽ എത്ര അത്ഭുതം. അത് കാണുന്നൊരു സമയം വരും. ആ സമയമാകുമ്പോൾ എല്ലാ ഫിറഔന്മാരും തൗബ ചെയ്യും, എല്ലാ കാറൂന്മാരും തൗബ ചെയ്യും, എല്ലാ തെമ്മാടികളും അല്ലാഹുവിനെ പൊടിക്കും, എല്ലാ അധികാരികളും അല്ലാഹുവിനോട് മാപ്പപേക്ഷിക്കും. ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ, ആമന്നാ ബിറബ്ബിൽ ആലമീൻ. ഫിറഔന്റെ ദുആയാണ്, ഫിറഔന്റെ അപേക്ഷയാണ്. റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ കൊണ്ട് ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. ആര്? ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതാണ്. ഫിറഔന്റെ മരണം കണ്ടപ്പോൾ, ഇസ്രായേലിനെ കണ്ടപ്പോൾ, അദാബ് കണ്ട സമയത്ത് ഈ ഫിറഔന്റെ ദുആയാണ്, ഫിറഔന്റെ അപേക്ഷയാണ്. ഞാൻ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിനെ കൊണ്ടിതാ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ റബ്ബല്ല, അനഅബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. അപ്പൊ അത് സമ്മതിക്കുന്നത് ആ സമയത്തായാൽ പോരാ. 2 സന്ദർഭത്തിന് മുമ്പ് മനുഷ്യൻ തൗബ ചെയ്യണം. പരിശുദ്ധമായ റമളാനാണ്, തൗബയ്ക്ക് പറ്റിയ നല്ല അവസരമാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞവർ എത്രയുണ്ട്, റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കേണപേക്ഷിച്ചവർ എത്രയുണ്ട്. നാം എല്ലാവരും തെറ്റുകാരാണ്. നന്നായാലോ മലക്കുകളെക്കാൾ വലിയ പവറും അല്ലാഹു നൽകുന്നവരാണ്. മോശമായി കഴിഞ്ഞാൽ ഇബ്ലീസിനെക്കാളും താഴെ പോകും, മൃഗങ്ങളെക്കാളും അധപ്പതിക്കും. സംശയമുണ്ടോ? യുവാക്കൾ ചിന്തിക്കണം. മോശമായാൽ ഇബ്ലീസിനെക്കാളും താഴെ പോകുമെന്ന് പറഞ്ഞപ്പോ എത്ര വേണ്ടിയിരുന്നില്ല. എന്താണ് ഇബ്ലീസ് ചെയ്ത ഏറ്റവും വലിയ അപരാധം? എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്ലീസ് ചെയ്ത ഏറ്റവും വലിയ അപരാധം? എന്താ? ഒരു സുജൂദ് ഉപേക്ഷിച്ചു. ഒറ്റ സുജൂദ്. ആർക്ക്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നിങ്ങൾ സുജൂദ് ചെയ്യണം. മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിച്ചു. പക്ഷേ ഇബ്ലീസ് അല്ലാത്ത എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഖുർആൻ. അപ്പോൾ ഒരു സുജൂദ് ഉപേക്ഷിച്ചതിന്റെ പേരിൽ, അതും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടിയിട്ട് അല്ലാഹു ആദരവിന്റെ സുജൂദ് കൽപ്പിച്ച കൽപ്പന ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഇബ്ലീസ് ഇത്രമേൽ ശപിക്കപ്പെട്ട ആളായി. പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി അങ്ങനല്ലേ പറയാ? അത് റളിയല്ലാഹു അൻഹു എന്ന് പറയാ? അല്ല, അല്ലാഹു അവന്റെ മേൽ ശാപമുണ്ടാക്കട്ടെ, അവൻ നശിച്ചു പോകട്ടെ എന്ന് ലോകം മുഴുവനും അവന് എതിരായി പ്രാർത്ഥിക്കുന്നു. എന്നാലോ ആ ആദം നബിയുടെ സുജൂദ് കൽപ്പിച്ച ഉടമസ്ഥനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സിട്ടാവായ അല്ലാഹുവിനുള്ള എത്ര സുജൂദാണ് മനുഷ്യരെ, ചെറുപ്പക്കാരാ നമ്മൾ ദൈനംദിനം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇബ്ലീസാണോ വലിയവൻ, നമ്മളാണോ വലിയ ആള്? ആർക്കാ സ്ഥാനം കൂടുതൽ? അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. റബ്ബിന് വേണ്ടി 100 സുജൂദുകൾ ഉപേക്ഷിച്ച നമ്മളാണോ? ആദം നബിക്കുള്ള ഒരു ആദരവിന്റെ സുജൂദ് ഉപേക്ഷിച്ച ഇബ്ലീസാണോ? വളരെ കാര്യമായി ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെട്ടേ മതിയാവുകയുള്ളൂ. മരണം നന്നായാലേ മതിയാവുകയുള്ളൂ. ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയുള്ളൂ. അപ്പൊ ആത്മാർത്ഥമായിട്ടൊന്ന് തൗബ ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, പല കാര്യത്തിലും നമ്മൾ ഖേദിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും ഞാൻ ആ കച്ചവടം നടത്തൂല, ആ ബിസിനസ് നല്ലതല്ല, കാരണം എന്റെ 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയി. വലിയ തൗബ ചെയ്യാറുണ്ട് അല്ലേ? ഇങ്ങനെ ഓരോ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ ഖേദിക്കാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും അല്ലാഹുവേ ഞാനാ തെറ്റ് ചെയ്തു പോയി, ഞാനാ പാപം ചെയ്തു പോയി, ഒരിക്കലും ആ പരിസരത്ത് എന്നെ കൊണ്ടുപോകല്ലേ അല്ലാ, ഞാൻ ബലഹീനനാണല്ലോ, ഞാൻ ദുർബലനാണല്ലോ, നിന്റെ പരീക്ഷണങ്ങളെ ഏൽക്കാനുള്ള ഒരു കഴിവെനിക്കില്ല അല്ലാ, എനിക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ
എന്നൊരു തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു മനസ്സ് എത്ര ആളുകൾക്കാണ് ഉണ്ടായിട്ടുള്ളത്? അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂനഹു വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിങ്ങൾ തൗബ ചെയ്യുന്നില്ലേ? അപ്പൊ രണ്ട് സമയത്തിന് മുമ്പ് തൗബ ചെയ്യണം. ഒന്ന് മരണം നമ്മുടെ മുമ്പിലെത്തുന്നതിന് മുമ്പ്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ്, അതല്ലെങ്കിലോ അന്ത്യനാളിന്റെ വിളിയാളം എത്തുന്നതിന് മുമ്പ്, അന്ത്യനാളിന്റെ അവസാനത്തെ അടയാളം എത്തുന്നതിന് മുമ്പ്. ആ രണ്ട് സമയത്തും തൗബയുടെ കവാടമടയും. അപ്പോൾ ഫിർഔന്റെ തൗബയ്ക്ക് അതുകൊണ്ടാണ് അർത്ഥമില്ലാതായത്. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളും ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ യൗമഇദിൻ യസ്റുൻ നാസു അസ്താതൻ ലിയറൗ അഅമാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ ومن يعمل مثقال ذرة شرا يره. അന്ത്യനാളിന്റെ പ്രകമ്പനം വന്നാൽ ആ സമയത്തും പിന്നെ തൗബയുടെ അവസരമില്ല. തൗബ എന്നതാണ് അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ നന്നായാൽ മലക്കിനെക്കാളും ഉയരും, മോശപ്പെട്ടാലോ മൃഗത്തെക്കാളും താഴും. എന്താ കാരണം? സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശ ലോകങ്ങളിലുള്ള മുഴുവൻ വസ്തുക്കളും ചിന്തിക്കണേ. ആകാശലോകങ്ങളിലുള്ള മുഴുവൻ ജീവികളും, മുഴുവൻ ജന്തുക്കളും, മുഴുവൻ സസ്യങ്ങളും, മുഴുവൻ ചരാചരങ്ങളും സബ്ബഹ ലില്ലാഹ്, അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയാണ്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുകയാണ്, അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുകയാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണ്. അലമാലകളുടെ ശബ്ദം അല്ലാഹുവിന്റെ ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തവളകളെ കൊല്ലരുത്. തവളകൾ അറിയില്ലേ? തവള തണുപ്പ് സമയത്തൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വിശ്രമത്തിലാണ്, ഇപ്പോൾ വെളി കാണുന്നില്ല. ചൂട് സമയത്തൊന്നും വെളി വരൂല. നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ മൂപ്പരുടെ സൗണ്ട് ഉണ്ടാവും, പ്രോക്രോ എന്ന് പറഞ്ഞ് പിന്നെ നല്ല അലാറമാണ്. പ്രത്യേകിച്ച് പാടത്തും പറമ്പിലും ഒക്കെ കുറേ ശബ്ദം ഉണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്, തവളകളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, കാരണം ആ ശബ്ദം അല്ലാഹുവിനുള്ള ദിക്റാണ്. അല്ലാഹുവിനെ ദിക്ർ ചെല്ലാൻ സെപ്പറേറ്റ് പടച്ച ടീമാണ് നമ്മൾ ദിക്ർ ചൊല്ലിയാൽ അത് അനശ്വരമായി നമുക്ക് പ്രതിഫലം കിട്ടും. തവള ചൊല്ലിയാലോ ഈ ദുനിയാവിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിറവേറുന്നു, ഇത്രയേ ഉള്ളൂ. ചോയ്സ് ഇല്ല. ശരിക്കും മനസ്സിലാക്കിയ വലിയൊരു പോയിന്റ് ഉണ്ട്. മനുഷ്യനല്ലാത്ത ഒരൊറ്റ ജീവിക്കും ചോയ്സ് ഇല്ല. എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? മനുഷ്യനല്ലാത്ത ഒരൊറ്റ ജീവിക്കും നല്ലതും ചീത്തയും തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഇല്ല. അത് നൽകിയിട്ടുള്ളത് രണ്ട് ടീമിനാണ്. ഒന്ന് മനുഷ്യൻ, മറ്റൊന്ന് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ. മറ്റൊന്ന് നിങ്ങൾ മിണ്ടുന്നില്ല, ഞാൻ നിർത്തുക, തങ്ങൾ വരുന്നോ? വമാ ഖലഖതുൽ, നിങ്ങൾ എന്തെങ്കിലും പറയും മനുഷ്യൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ. ഒന്ന് മനുഷ്യരെ, പിന്നെ എടാ ജിന്ന് വർഗം, ഞാൻ ജിന്ന് ഇന്ന് എത്ര ദിക്റിയല്ല ഞങ്ങളെന്നാ ഇവിടത്തത്. സുബ്ഹാനല്ലാഹ്. മനുഷ്യവർഗവും ഭൂതവർഗവും ജിന്നുവർഗവും ഈ രണ്ട് വിഭാഗത്തിന് മാത്രമേ തിരിച്ചറിവ് അല്ലാഹു നൽകിയിട്ടുള്ളൂ. ശരി തെറ്റുകളെ അറിയാനുള്ള അവകാശമുള്ളൂ. അതിനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുള്ളൂ. അതിനുള്ള തലച്ചോറ് അല്ലാഹു ഈ രണ്ട് വിഭാഗത്തിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഒരൊറ്റ ജീവിക്കും ചോയ്സ് ഇല്ല. നന്മ തിന്മകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല എന്ന് മാത്രമല്ല, ആ ജീവികൾ ചെയ്യുന്ന തെറ്റിനും മനുഷ്യൻ ഉത്തരവാദിയാണ്. മനസ്സിലായില്ല? സുബ്ഹാനല്ലാഹ്. ഒരു മാറ്റമില്ല അവരുടെ ജീവിതത്തിൽ, ഒരു മാറ്റമില്ല. ഏത് കന്നുകാലി മുമ്പോട്ട് പോയാലും മുമ്പിൽ കാണുന്ന പുല്ലോ അതിന്റെ ഭക്ഷണമോ എനിക്ക് അനുവദനീയമാണോ, ഹറാമാണോ, ഹലാലാണോ, അന്യൻ്റെതാണോ, അപ്പുറത്താളിൻ്റെതാണോ, അതിന് ചോയ്സ് ഇല്ല. അതിന് എവിടെ നിന്നും കഴിക്കാനുള്ള അവകാശം അല്ലാഹു നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പറമ്പിൽ കെട്ടിയിരിക്കുന്ന കന്നുകാലി അപ്പുറത്തെ പറമ്പിൽ പോയി ഒരു തെങ്ങിന്റെ തൈ കടിച്ചങ്ങ് രുചികരമായി തിന്നാൽ ഒരാളും വന്ന് പറയില്ല
മോശമല്ലേടാ? ഏയ് വളരെ മോശം പരിപാടിയല്ലേ ഇത്? എന്ത് പരിപാടിയാണ് കാണിച്ചത്? നിനക്ക് നാണല്ലേ? അന്യന്റെ മുതൽ കഴിക്കാൻ ഹറാമല്ലേ? നിന്റെ പറമ്പ് അപ്പുറത്തല്ലേ? ഒരാളും ഈ കന്നുകാലിയോട് ഉപദേശിക്കാറില്ല. മറിച്ച് അവൻ വഴക്ക് പറയുന്നത്, തർക്കിക്കുന്നത്, ചൂടാകുന്നത്, പരിഹാരം ചോദിക്കുന്നത് അതിന്റെ ഉടമസ്ഥനായ മനുഷ്യനോടാണ്. കേട്ടോ, കന്നുകാലി ചെയ്ത തെറ്റിനും ഉത്തരവാദിത്തം പറയേണ്ട ആരാണ്? അതിനെ പരിപാലിക്കേണ്ട മനുഷ്യനാണ്. അതിന് തെറ്റില്ല, അതിന് ചോയ്സ് ഇല്ല. അതിനെ വളരെ കൃത്യമായി പരിപാലിച്ച് തന്റെ പറമ്പിൽ മാത്രം കെട്ടിയിടേണ്ട ഉത്തരവാദിത്തമുള്ളവനാണ് നിന്റെ ഉടമസ്ഥൻ. സുബ്ഹാനല്ലാഹ്. ഏത് മൃഗത്തെ കണ്ടാലും നിനക്ക് നിക്കാഹ് ചെയ്തെന്ന മൃഗാണോ നോക്കൂല. ഏത് മൃഗത്തോടും അത് ഇണചേരുകയാണ്. അതിന്റെ പേരിൽ ഹിസാബില്ല. അതിന്റെ സിസ്റ്റം അങ്ങനെയാണ്. പക്ഷെ മനുഷ്യനോ, അവന് ഹറാമും ഹലാലും അവന്റെ ഓരോ ചലന നിശ്ചലത്തിലും ശരി തെറ്റുകൾ അള്ളാഹു അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതെന്താണ് കാരണം? എല്ലാ മൃഗങ്ങളും മനുഷ്യനല്ലാത്ത സർവ്വജീവികളും പരലോകത്തിൽ ആ മൃഗങ്ങളെ തമ്മിലുള്ള എന്തെങ്കിലും പോരാട്ടങ്ങളുണ്ടോ അതിന്റെ ഒരു പ്രതികാരം എടുത്തിട്ട് നിങ്ങൾ മണ്ണായിക്കൊള്ളൂ. അവർക്ക് അത്രേ ഉള്ളൂ. മനുഷ്യനോ മരണം കൊണ്ട് മരണമില്ലാത്ത ജീവിതം തുടങ്ങുകയാണ്. മരണം കൊണ്ട് മരണമില്ലാത്ത ജീവിതം തുടങ്ങുകയാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു മരണത്തെയും ജീവിതത്തെയും പടച്ചത് എന്തിനാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് അല്ലാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇതൊരു പരീക്ഷണ ലോകമാണ്. ഇവിടെ അല്ലാഹു പരീക്ഷണത്തിനാണെല്ലാം നൽകിയിട്ടുള്ളത്. എല്ലാം പരീക്ഷണം, സർവ്വതും പരീക്ഷണം. പരീക്ഷണത്തിന് ഒരു സ്ഥായി ഭാവമില്ല. പരീക്ഷണം എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ല, മാറും. രോഗം മാറും, രോഗം വരും. ആരോഗ്യം ഉണ്ടാവും, ആരോഗ്യം നഷ്ടപ്പെടും. പണം ഉണ്ടാവും, പണം നഷ്ടപ്പെടും. തലമുടി നല്ല കറുത്തിരിക്കും, 2 ദിവസം കഴിയുമ്പോൾ വെളുക്കും. പല്ല് നല്ല വില ഉണ്ടാവും, പിന്നെ അടന്നു പോവും. മുട്ടും ചിരട്ടയൊക്കെ നല്ല ഉഷാറാവും. 100-200 മീറ്റർ ഓട്ടത്തിൽ അല്ലെങ്കിൽ മാരത്തോണിൽ ഫസ്റ്റ് അടിക്കും. സുബ്ഹാനല്ലാഹ്. 10 കൊല്ലം കഴിയുമ്പോൾ പിന്നെ അനങ്ങാൻ പറ്റുന്നില്ല, കസേരയില്ലാതെ നിസ്കരിക്കാൻ പറ്റുന്നില്ല. മാറിയും തിരിഞ്ഞും സുഖദുഃഖ സമ്മിശ്രമായ പരീക്ഷണ ലോകമാണ് മനുഷ്യൻ അല്ലാഹു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരീക്ഷണ ഓട്ടപ്പന്തയത്തിൽ ഒരൊറ്റ സമയം മാത്രമേ അല്ലാഹു നല്ല പ്രതാപമുള്ള സമയമാക്കിയിട്ടുള്ളൂ. അതാണ് യുവത്വം. ചെറുപ്പക്കാരാ, നല്ല ആരോഗ്യമുള്ള സമയം, സ്വർഗം വാങ്ങാൻ അല്ലാഹു തന്ന സമയം, പടച്ചവനെ അറിയാൻ അല്ലാഹു തന്ന സമയം. വല്ലാത്ത പരീക്ഷണമാണ് ദുനിയാവിലുള്ളത്. ഈ പരീക്ഷണത്തെ മറികടക്കാതെ ഒരാളും ജയിച്ചിട്ടില്ല. ശരിക്കും മനസ്സിലാക്കണം. ഈ പരീക്ഷണത്തെ എല്ലാ മഹാന്മാർക്കും, എല്ലാ മുഅ്മിനീങ്ങൾക്കും നമ്മളൊന്ന് നന്നാകാൻ തീരുമാനിച്ചാൽ ചെറിയ പരീക്ഷണം അല്ലാഹു ഇട്ടു തരും. നമുക്കിപ്പോ എന്താ പരീക്ഷണം വരാത്തത്? നമ്മൾ റൂട്ടിലല്ല, അതുകൊണ്ടാണ്. മനസ്സിലാവുന്നില്ല. നമ്മൾ റൂട്ടിലല്ലാത്തോണ്ടാണ്. നല്ല സുഖമായി കുറേ നാളുകൊണ്ട് ഒരു വിഷമമില്ല. ശരിക്കും ആലോചിക്കണം. കുറേ നാളായിട്ട് നമുക്കൊരു വിഷമമില്ല, ഒരു ദുഃഖവുമില്ല, ഒരു പ്രയാസവും, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല, ഒരു ശാരീരിക പ്രയാസമില്ല. ഭാര്യയെ കൊണ്ടും പ്രശ്നമില്ല, ഭർത്താവിനെ കൊണ്ടും പ്രശ്നമില്ല, മക്കളെ കൊണ്ടും പ്രശ്നമില്ല, കുടുംബത്തിൽ യാതൊരു പ്രയാസമില്ല. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ദുഃഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്നാൽ തൂബു ഇലല്ലാഹ്, നീ രക്ഷപ്പെട്ടു എന്നല്ല, അള്ളാഹിലേക്ക് തൗബ ചെയ്തോ. എന്തോ പരിഗണന കുറവ് പടച്ചവന്റെ ഭാഗത്തുണ്ട്. നീ നല്ല നിലക്ക് അല്ലാഹുവേ ഇനി ഞാനൊരു തിന്മയും ചെയ്യൂല, ഇനി ഞാനൊരു അന്യ പെണ്ണിനെയും കാമിക്കൂല, പ്രാപിക്കൂല. എന്റെ വാട്സാപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്, മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. റമദാനാണ്, എനിക്ക് ആ നമ്പറിൽ ചാറ്റ് വേണ്ട, എനിക്ക് ആ പെണ്ണുമായിട്ടൊരു ബന്ധം വേണ്ട എന്ന് നീ അങ്ങോട്ട് ചിന്തിച്ച് സുബ്ഹാനല്ലാഹ് മൊത്തം റീഫ്രഷ് ആവുമ്പോഴത്തേക്ക് സുബ്ഹാനല്ലാഹ് ഒരു ഫോൺ കോള് മാറി വരികയാണ്. നല്ല കിളിസ്വരം, സെക്കൻഡിൽ വരും. പരീക്ഷണമാണ്. അപ്പോഴും നിനക്ക് ഓർമ്മ വേണം, മറ്റെല്ലാം ഡിലീറ്റ് ആയി നോക്കുമ്പോൾ ഉള്ളതിനേക്കാൾ നല്ല കിളി സൗണ്ട്. അതാ നമ്പർ മാറി വന്നു. ശുക്കൂറല്ലേ? അല്ല, പിന്നെ പരിചയപ്പെടാൻ നോക്കുന്നു. തൽക്കാലം അതാണ്. അങ്ങനെ ഓരോ പരീക്ഷണം വരും. നീ ആലോചിച്ച് നോക്ക്, നിനക്ക് ഹറാമായ ഒരു സമ്പത്തും വേണ്ട, ഹലാല് മാത്രം മതി.
എന്ന് തീരുമാനിച്ചാൽ നിനക്ക് ഹറാമാണോ ഹലാലാണോ എന്ന് തിരിച്ചറിയാത്ത സമ്പത്ത് അല്ലാഹു നിന്റെ മുമ്പിൽ വെച്ച് പരീക്ഷിക്കും. കണ്ടോ, എല്ലാത്തിനും അല്ലാഹു പരീക്ഷണത്തിലൂടെയാണ് മറുകര. ആ പരീക്ഷണമെന്ന മതിലിന്റെ അപ്പുറത്താണ് നിനക്ക് രക്ഷയുള്ളത്. സർവ്വ മഹാന്മാർക്കും പരീക്ഷണമുണ്ടായിട്ടുണ്ട്. സർവ്വ ഔലിയാക്കന്മാരും പരീക്ഷണമെന്ന തീച്ചൂളയിൽ വേവിച്ചെടുത്തതാണ് അവരുടെ ഉജ്ജ്വലമായ പോരാട്ട വീര്യവും അവരുടെ ഹൃദയത്തിന്റെ പ്രകാശവും. അതുകൊണ്ട് പരീക്ഷണമില്ലാത്തവരെ നാം അല്ലാഹുവിനെ കൂടുതൽ ചിന്തിക്കാൻ തയ്യാറാകണം. നമുക്ക് ആരോഗ്യ പ്രശ്നമില്ല, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, എന്നാൽ കൂടുതൽ അല്ലാഹുവിലേക്ക് ചിന്തിക്കണം. അല്ലാഹുവേ, നീ എന്നെ തഴഞ്ഞോ റബ്ബേ, എനിക്ക് നന്നാവണം. അതുകൊണ്ട് ചെറുപ്പക്കാരാ, പരിശുദ്ധമായ റമളാനാണ്, പരിശുദ്ധമായ റമളാനാണ്. എനിക്ക് നന്നാകാൻ അല്ലാഹു തന്ന ഏറ്റവും നല്ല സുവർണാവസരമാണ്. റമളാനിൽ ദോഷം പുറത്തില്ലെങ്കിൽ പിന്നെ പാപം പൊറുക്കാൻ അതുപോലെ വേറെ ഒരു സമയം ഉണ്ടാവില്ല. ഇടക്ക് പറഞ്ഞല്ലോ, നന്നായാൽ ആരെക്കാൾ ഉയരും? മലക്കിനെക്കാൾ ഉയരും. മോശപ്പെട്ടാൽ മൃഗങ്ങളെക്കാളും താഴും, ഇബ്ലീസിനെക്കാളും താഴും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണ് മലക്കിനെക്കാളും ഉയരും എന്ന് പറയാൻ കാരണം? മലക്കുകൾക്ക് ചോയ്സ് ഇല്ല. മൃഗങ്ങളുടെ കാര്യം പറഞ്ഞില്ല നമ്മള്, ചോയ്സ് ഇല്ല, അവർക്ക് ചിന്താശേഷിയില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ കിളി എങ്ങനെയാണ് കൂട് വെക്കുന്നത്? ദാ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിലും ആ കിളിയുടെ കൂട് നിർമ്മാണത്തിനൊരു മാറ്റമില്ല. അവർക്കൊരു ചിന്താശേഷിയില്ല, അവർക്കുടെ പരിസ്ഥിതിയും മാറ്റമില്ല. പതിറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കന്നുകാലി എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, അന്നം അന്വേഷിച്ചു പോകുന്നത്, ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. നിങ്ങൾ ആലോചിച്ചു, മനുഷ്യരെക്കാൾ ഏറെ ജീവികൾ, ജന്തുക്കൾ ജീവിക്കുന്നത് കാടിന്റെ വനത്തിന്റെ ഉള്ളിലാണ്. സുബ്ഹാനല്ലാഹ്, ആമസോൺ കാടുകളുടെ അത്ഭുതം പറഞ്ഞാൽ വല്ലാത്ത ഭീതിതമാണ്. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യനെക്കാളും ഏറെ ജീവികളുള്ള വനത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സ്കൂളുണ്ടോ, ഒരു നഴ്സറികളുണ്ടോ? മെഡിക്കൽ കോളേജ് വേണ്ട, എഞ്ചിനീയറിംഗ് കോളേജ് വേണ്ട, റിസർച്ച് സെന്റർ ഒന്നും വേണ്ട, ഒരു ചെറിയ അംഗൻവാടി, ഒരു ചെറിയ പ്രൈമറി സ്കൂളുണ്ടോ? NH വേണ്ട, 16 വരി പാതയൊന്നും വേണ്ട, പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ നടപ്പാത ഉണ്ടോ? ഒരു മനുഷ്യൻ ഒരു പറമ്പിലൂടെ 4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ അവിടെ തെളിയും, ഒരു പാത തെളിയും അല്ലേ? ഒരു പറമ്പിന്റെ നടുവിലൂടെ നമ്മൾ 4-5 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും 3 വട്ടം നടക്കുമ്പോ ഒരു വഴി അങ്ങനെ തെളിഞ്ഞു വരും. ടാറൊന്നും വേണ്ട, ഒരു ചെറിയ വഴി. അങ്ങനെ ഒരു വഴി പോലും അല്ലാ വനത്തിന്റെ ഉള്ളിൽ കാണാൻ സാധ്യമല്ല. അവർക്കറിയില്ല, അവർക്കതിനുള്ള കഴിവില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനോ സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ വർഷം അവൻ വെച്ച വീട് ഈ വർഷം വെക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ഫാഷനായി പോയി. പഴയ മോഡൽ മാറി പുതിയ മോഡലായി. അവൻ ഇന്നലെ ഒരു വാഹനം എടുത്തു, പുതിയ സീരീസില്. അടുത്ത മാസമായപ്പോൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായപ്പോൾ അതിനേക്കാളും ടെക്നോളജി വർദ്ധിച്ചു, വലിയ കണ്ടുപിടുത്തമുണ്ടായി. ഡീസൽ വണ്ടി മാറി, പെട്രോൾ മാറി, ഇലക്ട്രിക്കൽ വന്നു. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ സോളാർ വരും, പലതും വരും. മാറി മനുഷ്യൻ ഇങ്ങനെ അവൻ അല്ലാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വികാസത്തിന്റെ വിലാസം മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ്. ഞാൻ പറഞ്ഞു വന്നത്, മലക്കുകൾ, അല്ലാഹുവേ എത്ര അത്ഭുതകരമാണ് മലക്കുകൾ. 3×10⁸ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം. പ്രകാശത്തിന്റെ വേഗതയാണ് ഏറ്റവും വലിയ വേഗത. ശബ്ദ തരംഗങ്ങളെക്കാളും വലിയ വേഗതയാണ് പ്രകാശത്തിന്റെ വേഗത. പ്രകാശത്തിന്റെ വേഗതയ്ക്കപ്പുറം ഒരു വേഗത ഇന്ന് വരെയും ഒരു പ്രതിഭാസത്തിൽ കണ്ടെടുത്തിട്ടില്ല. ഏറ്റവും വലിയ വേഗത പ്രകാശ വേഗതയാണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ചന്ദ്രനിൽ നിന്ന് പ്രകാശമെത്താൻ എത്ര വേണം? 2 സെക്കൻഡ് വേണ്ട. എന്താ കാരണം? 4 ലക്ഷം, ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ ആണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷമാണ്. അപ്പൊ 2 സെക്കൻഡ് വേണ്ട, 1 മതി. സൂര്യനിൽ നിന്ന് പ്രകാശം പെടുത്താനോ 8.20, ഓൾമോസ്റ്റ് 8.5 എന്ന് കൂട്ടാം. 8.5 മിനിറ്റ്, 15 കോടിയാണ്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം നടക്കുന്നു, നമ്മൾ എന്തറിയുന്നു, നമ്മളെന്ത് ചിന്തിക്കുന്നു. വിശന്നാൽ വല്ലതും കിട്ടണം, നമ്മുടെ പരിപാടി അത്രയേ ഉള്ളൂ. വിശപ്പാകുമ്പോൾ മുമ്പിൽ ഭക്ഷണം ഉണ്ടാവണം, ആവശ്യമുള്ളപ്പോൾ കയ്യിൽ കാശുണ്ടാവണം.
യാത്ര ചെയ്യാൻ ഒരു വാഹനം ഉണ്ടാവണം, കിടക്കാൻ ഒരു വീടുണ്ടാവണം. നേരം വെളുക്കുന്നു അവസാനിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വേറെ അതിനപ്പുറം ഒരു ചിന്ത നമുക്കൊന്നുമില്ല. ഞാനും എൻ്റെ മക്കളും പൊണ്ടാട്ടിയും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ തയ്യാറല്ല. ഈ ലോകത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തയ്യാറല്ല. അള്ളാഹു ചോദിക്കുന്നു, അഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അഫലാ തുബ്സിറൂൻ, അള്ളാഹു ചോദിക്കുന്നു. അഫലാ തഅഖിലൂൻ അഫലാ തഅലമൂൻ അഫലാ തൻദുറൂൻ. അള്ളാഹുവിന്റെ ചോദ്യങ്ങളെല്ലാം അത്ഭുതമായിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ശേഷം പറയുന്നത് വലിയ അത്ഭുതമായിരിക്കും. നിങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നോക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കണ്ടില്ലേ? അലം തറ കൈഫ ഫഅല, കണ്ടില്ലേ എന്നാ ചോദിക്കുക. അലം തറ, നിങ്ങൾ കാണുന്നില്ലേ, കണ്ടില്ലേ, കണ്ടിരുന്നില്ലേ? പല അർത്ഥവും വ്യാഖ്യാനങ്ങളുമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ അല്ലാഹു ഒരു ചോദ്യം ചോദിച്ചാൽ വിഷയം വലിയ അത്ഭുതമാണ്. അഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ഉൾക്കാഴ്ചയുള്ളവരല്ലേ? നിങ്ങൾ കാണുന്നില്ലേ? അത്യത്ഭുതകരമാണ് സുബ്ഹാനല്ലാഹ് ശരീരത്തിന്റെ അവസ്ഥ. ഭൂമിയേക്കാൾ അത്ഭുതമാണ് ശരീരത്തിന്റെ ഉള്ളിലുള്ളത്. നമ്മുടെ ഹാർട്ട് ഒരു ദിവസം 1,00,000 തവണ മിടിക്കുന്ന ഹാർട്ട്, ഒരു ദിവസം 10,000 ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്ന ഹാർട്ട്, ഹൃദയം ഒരു ദിവസം 10,000 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്ന നമ്മുടെ ഹാർട്ട്. സുബ്ഹാനല്ലാഹ്, 30 ഫീറ്റ് ഉയരത്തിൽ തെറിപ്പിക്കാൻ പവറുള്ള നമ്മുടെ ഹാർട്ട്. നമ്മുടെ ഹാർട്ട് അതിന്റെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന, ഓടുന്ന ആ നരമ്പ്, നാഡീ നരമ്പുകളിലൂടെ ഓടുന്നത് മൊത്തം കിലോമീറ്റർ കണക്ക് കൂട്ടിയാൽ എത്ര എന്നറിയോ? ബ്ലഡ് ഓടുന്ന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സാധനം ഉണ്ടോ? ഹൃദയം ഉണ്ടോ? അല്ലാഹു അക്ബർ. ചിന്തിക്കുന്നൊരു സമയം വരും, ഇതൊന്നും ഇപ്പൊ ചിന്തിക്കില്ല. ഈ പുറത്തുള്ള ഓർഗൻസുകളെക്കാളും അകത്തുള്ള അവയവങ്ങളാണ് വലിയ അത്ഭുതം. പുറത്തൊന്നും കാണാനില്ല, പുറത്തൊരു തൊലി ഇങ്ങനെ മുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളതുണ്ടല്ലോ, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഇരിക്കാൻ പറ്റൂല, കിടക്കാൻ പറ്റൂല. ഒരു ദിവസം അൽഹംദുലില്ലാ പറഞ്ഞ് 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 സുബ്ഹാനല്ലാഹ്. സയൻസ് പറയുന്ന ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞെന്താണ്? ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് ഓടുന്ന കിലോമീറ്റർ 60,000 കിലോമീറ്റർ ആണ്. 60,000 കിലോമീറ്റർ ആണ് ബ്ലഡ് ശരീരത്തിൽ ഓടുന്ന കിലോമീറ്റർ പറഞ്ഞത്. കേറിയാൽ 6 അടി പൊക്കം അല്ലെ 7 അടി പൊക്കം, അങ്ങേ അറ്റം പോയാൽ പിന്നെ റെക്കോർഡായിരിക്കും, ഗിന്നസ് വേൾഡ് ആയിരിക്കും. ഈ ഇത്രയുള്ള മനുഷ്യ ശരീരത്തിൽ സുബ്ഹാനല്ലാഹ് ആകെ ഈ ഓടുന്ന ബ്ലഡിന്റെ കിലോമീറ്റർ 60,000 കിലോമീറ്റർ. ഈ ഭൂമിയുടെ ഡയാമീറ്റർ നമുക്ക് ഒരു ചരടെടുത്ത് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കെട്ടി ഇപ്പുറത്ത് ആ ചരടിലേക്ക് മുട്ടിച്ചാൽ ആ നൂലിന്റെ നീളം എത്ര എന്നറിയോ? 12,000 കിലോമീറ്റർ. 12,000 കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഡയാമീറ്ററായി കണക്കാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവര്, മനുഷ്യന്റെ ഉള്ളിലൂടെ ബ്ലഡ് ഓടുന്ന ദൂരം 60,000 കിലോമീറ്റർ ആണ്. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഈ ടെക്നോളജി സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യനും മരണം വരെ പഠിച്ചാലും തീരാത്ത ടെക്നോളജിയാണ്. അല്ലാഹു ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന വല്ലാത്ത അത്ഭുതം. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മാത്രം എത്ര കാറ്റഗറി ചെയ്ത മനുഷ്യൻ പഠിക്കുന്നത് തന്നെ വെറുതെ ചിന്തിച്ചു നോക്കിയേ. ഓരോ ദിവസം കഴിയുമ്പോൾ പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഹാർട്ട് രോഗികൾ, ഈ ഹാർട്ട് സംബന്ധമായി ചികിത്സിക്കുന്ന കാർഡിയോളജി വിഭാഗത്തിലുള്ള ഡോക്ടർമാർ അവർ ഹാർട്ട് സംബന്ധമായിട്ടേ ചെയ്യാറുള്ളൂ. അതിന് പ്രത്യേകം ഒരു ടീം കണ്ടോ. ഹൃദയ സംബന്ധം, കിഡ്നിക്ക് വേറെ, ബ്ലഡിന് വേറെ, മൂത്രത്തിന് വേറെ, തൊലിക്ക് വേറെ സ്കിൻ ഡോക്ടർ, പിന്നെ പ്രഗ്നൻസിയായി ബന്ധപ്പെട്ട് വേറെ. എത്ര പറഞ്ഞാൽ തീരുവോ? കണ്ണിന് വേറെ. എന്താ കണ്ണിന്റെ ഡോക്ടറിന്റെ പേര്? ആ പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്താ? ഒഫ്താമോളജി എന്ന് പറയും. പലണ്ട് അല്ല, മൊത്തത്തിൽ പറയുന്ന പേരാണ് ഒഫ്താമോളജി. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരം
അയാളുടെ ജീവിതം മുഴുവനും എടുത്ത് പഠിച്ചിട്ട് ഓരോ പാർട്ട് മാത്രമേ ചികിത്സിക്കാൻ അയാൾക്ക് അവകാശമുള്ളൂ. ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ ഈ പറയപ്പെട്ട എല്ലാം കൂടെ ചികിത്സിക്കുന്ന ഒരാള്? ഒരു MBBS ജനറൽ ഡോക്ടർ എന്ന് പറയും, പക്ഷേ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗങ്ങളും. സുബ്ഹാനല്ലാഹ്, ലങ്സിന് വേറെ, ഹാർട്ടിന് വേറെ, കിഡ്നിക്ക് വേറെ, ലിവറിന് വേറെ, ക്യാൻസറിന് വേറെ, ഒരു രോഗത്തിന് സ്പെഷ്യൽ ഇത് വേറെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ഓങ്കോളജിസ്റ്റുകൾ, അല്ലാഹുവേ പടച്ചവനെ, നീ തന്ന അത്ഭുതം ചെറുതല്ല. ചെറുപ്പക്കാരാ, ഇബാദത്ത് ചെയ്യാതെ നിനക്ക് ഒരു ക്ഷീണവുമില്ല. ടറഫിലേക്ക് പാതിരയോളം നീ സുബഹി വരെ നീ കളിച്ചു തിമിർക്കുകയാൽ. ഇഷ്ടംപോലെ ടറഫുകളാണ്. എത്ര വലിയ അബദ്ധങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. കളിക്കണ്ട എന്ന് പറയുന്നില്ല. കളിക്ക് ഇസ്ലാം എതിരല്ല, വിനോദത്തിന് ഇസ്ലാം എതിരല്ല, ഓടുന്നതിനും ചാടുന്നതിനും ഇസ്ലാം എതിരല്ല, വ്യായാമം ചെയ്യുന്നതിന് ഇസ്ലാം എതിരല്ല, ജിംനേഷ്യത്തിൽ പോകുന്നതിന് ഇസ്ലാം എതിരല്ല. നല്ല ഹെൽത്തിയായ ബോഡി വേണം, നല്ല ആരോഗ്യമുള്ള ശരീരം വേണം. അതിനൊക്കെ ഇസ്ലാം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനം മറന്നു പോകരുത്. സുബഹി ഖളാക്കിയിട്ട് ഒരു ജിംനേഷ്യം ഇസ്ലാം അനുവദിക്കുന്നില്ല. ഔറത്ത് കാണിച്ചുകൊണ്ടുള്ള ഒരു ഗെയിം അല്ലാഹുവിന്റെ ദീൻ അനുവദിക്കുന്നില്ല. പന്തയം വെച്ചുകൊണ്ട് കളിക്കാൻ പാടില്ല, വൈരാഗ്യം വെച്ചുകൊണ്ട് കളിക്കാൻ പാടില്ല, ഹറാം വരുന്ന ഇടപാടും പാടില്ല. സുബ്ഹാനല്ലാഹ്. മനുഷ്യന് ഉപയോഗമുള്ളത്, അവന്റെ ആരോഗ്യത്തിന് പറ്റിയത്, അവന്റെ ബുദ്ധിക്ക് പറ്റിയത്, അവന്റെ സംസ്കാരത്തിന് പറ്റിയത്, അത് പേരേതായി ആയിക്കോട്ടെ കൊള്ളട്ടെ. സുബ്ഹാനല്ലാഹ്. സഹോദരിമാരുണ്ടോ ഇവിടെ? ഉണ്ടോ? സ്ത്രീകളുണ്ടോ? മാഷാ അല്ലാഹ്, ഒരുപാടുണ്ടെന്ന് പറഞ്ഞ്. എന്തായിരുന്നാലും ഒരു ബക്കറ്റ് കൊടുക്കണ്ടേ അവർക്ക്? മാഷാ അല്ലാഹ്, ഒരു ബക്കറ്റ് ഇൻഷാ അല്ലാഹ് സഹോദരിമാരുടെ ഭാഗത്തേക്ക് വരും. നല്ല സംഭാവനകൾ ആ ബക്കറ്റ് നിങ്ങൾ നിക്ഷേപിക്കണം. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. ആമീൻ പറയും. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു റാഹത്ത് തരട്ടെ. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ റമളാനാണ്, നല്ല സമയമാണ്. ചെറിയ ദിവസം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് റമളാനായി. നോമ്പുള്ളവൻ്റെ ഉറക്കം ഇബാദത്താണ്, മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹാണ്. റമളാനിലൊരു സുന്നത്തു ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫർളിന്റെ ഫലമാ പൊന്നേ. ഫർളൊന്നു ചെയ്താൽ മറ്റു മാസമിലെഴുപത് ഫരീളത്തും അവൻ ചെയ്ത ഫലമാണുള്ളത്. ഒരു സുന്നത്തിന് ഒരു ഫർദ്, ഒരു ഫർദിന് 70 കൂലി, 70 ഫർദിന്റെ കൂലി. ഉണ്ടായിരുന്നാൽ തന്നെ ദിക്റിന്റെ കൂലിയാണ്, തസ്ബീഹിന്റെ കൂലിയാണ്, ഉറങ്ങിയാലും കൂലിയാണ്. പ്രതിഫലങ്ങളുടെ ഭണ്ഡാരമാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ റമളാൻ, ആ പടിവാതിക്കലുള്ള റമളാന് ഒന്ന് വരവേൽക്കാനും ആ റമളാൻ ഒന്ന് തയ്യാറെടുക്കാനുമാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളോട് ചില വർത്തമാനങ്ങൾ പറഞ്ഞത്. അപ്പം മലക്കുകളെക്കാൾ മനുഷ്യൻ, അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, മലക്കുകളെക്കാൾ മനുഷ്യൻ ഉയരും. എന്തിനേറെ പറയണം, മസലുൽ മുഅ്മിനി, മസലുൽ മുഅ്മിനി മലക്കിൻ മുഖറബ്. ഒരു സാധാരണ മനുഷ്യന്റെ ഉദാഹരണം, സാധാരണ ഒരു മുഅ്മിനായ ആളിന്റെ ഉദാഹരണം, ഒരു ഈമാനുള്ള നോർമൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം ആരെ പോലെയാണ്? ഒരു മുഖറബായ മലക്കിനെ പോലെയാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹി. ഹദീസാണ്. മുത്തഖിയുടെ കാര്യമല്ല പറഞ്ഞു, വലിയ തഖ്വയുള്ള മുഹ്സിനായ മഅരിഫത്തുള്ള വിലായത്തുള്ള മഹാന്റെ കാര്യമല്ല പറഞ്ഞത്. സാധാരണ ഒരു മുഅ്മിൻ 5 നേരം നിസ്കരിച്ച് റബ്ബിനെ ഭയപ്പെട്ട് ഹറാം ഹലാൽ സൂക്ഷിച്ച് വളരെ റാഹത്തായി പോകുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ സാധാരണ മലക്കിന്റെ പവറല്ല, മുഖറബായ മലക്ക്, അല്ലാഹുവിലേക്ക് വലിയ അടുപ്പമുള്ള മലക്കുകളെക്കാൾ അള്ളാഹിന്റെ അടുത്ത് സ്ഥാനമുണ്ട്. എന്താ മലക്കുകളെക്കാൾ വലിയ സ്ഥാനം? മലക്കുകൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റൂല, അവസരമില്ല. കണ്ടോ, ഫിക്സഡ് ആണ് അവരുടെ സിസ്റ്റം, ഫിക്സഡ് ആണ്. അവർക്ക് അല്ലാഹുവിന് ധിക്കാരം പറയാൻ പറ്റില്ല, പടച്ചവന് തസ്ബീഹ് ചെല്ലാതിരിക്കാൻ കഴിയില്ല, അല്ലാഹുവിന് ശുക്ർ ചെയ്യാതിരിക്കാൻ കഴിയില്ല. അല്ലാഹുവിന് സദാ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം പടച്ചവരാണ്. നമ്മളോ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നമ്മളോ 2 റൂട്ടുണ്ട്, 2 വഴിയുണ്ട്, മറ്റവർക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. പവർ എന്താ കാരണം? കൂടാൻ കാരണം മനുഷ്യന് 2 റൂട്ടുണ്ട്. ഒന്ന്
തിന്മയുടെ റൂട്ട്, ഒന്ന് നന്മയുടെ റൂട്ട്. മലക്കുകൾക്കോ നന്മയുടെ റൂട്ടേ ഉള്ളൂ. മലക്കുകൾക്ക് 2 റൂട്ടുണ്ടെങ്കിൽ അവരും പെട്ടുപോകും. അപ്പൊ 2 റൂട്ടുണ്ടായിരിക്കെ നന്മയുടെ റൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു റൂട്ടുള്ള ആളിനേക്കാളും വിഭാഗത്തിനേക്കാളും ആ മലക്കുകളെക്കാളും പവറാണ് ആ ക്ഷമയോടെ റബ്ബിനെ ആരാധിച്ച മനുഷ്യർ. ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. ഒന്ന് സത്യനിഷേധത്തിന്റെ റൂട്ടാണ്, ഒന്ന് നന്ദിയുടെ റൂട്ടാണ്, ശുക്രിന്റെ റൂട്ടാണ്. ഏത് വേണമെന്ന് ചെറുപ്പക്കാരാ, യുവതികളെ, കാര്യമായി അല്ലാഹു തന്ന ആരോഗ്യം, പടച്ചവൻ തന്ന ആഫിയത്ത് അല്ലാഹുവേ നിലനിർത്തി തരണേ അല്ലാ. താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, പരീക്ഷണങ്ങളുടെ ലോകമാണ്. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. വിജയിക്കുന്നവനാരാണ്? റബ്ബിന് തഖ്വ ചെയ്യുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ നല്ലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്റെ വകയല്ല, ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് അവിടുത്തെ താരീഖ് ദിമഷ്കിൽ കൊണ്ടുവന്ന സംഭവമാണ്. ഈ ചെറുപ്പക്കാരൻ കാനബിൽ മദീനത്തി ശാബുൻ, നല്ല പരിത്യാഗമുള്ള, എന്തിനേറെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ഈ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നല്ല തഖ്വയുള്ള ചെറുപ്പക്കാരൻ, വളരെ കൃത്യമായി പള്ളിയിൽ വരുന്നു, ഹദീസുകളൊക്കെ കേൾക്കുന്നു. അല്ലാഹ് നല്ല റാഹത്താണ് ഈ ചെറുപ്പക്കാരൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് മഹാനാണെങ്കിലും പരീക്ഷണം ഉണ്ടാവും. ആ പരീക്ഷണത്തിന്റെ പടിവാതിക്കലിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. അപ്പോൾ പവർ കൂടും. എല്ലാവർക്കും ഉണ്ടാവും പരീക്ഷണം തരുന്നതിന് ആള് വ്യത്യാസമൊന്നുമില്ല. ഏറ്റവും വലിയ അക്സറുൽ ബലാ അലൽ അംബിയാ, ഏറ്റവും വലിയ പരീക്ഷണം ആർക്കാ? അംബിയാക്കന്മാർക്കാണ്. സാധാരണ ആൾക്കുള്ള പരീക്ഷണം പോലെ ആവില്ല. അവർക്ക് ഏറ്റവും വലിയ ബലാണ്. അതിലെല്ലാ പരീക്ഷണത്തിലും വിജയിച്ചവരാണ് അല്ലാഹുവിന്റെ അംബിയാക്കന്മാർ. അതിൽ തൊട്ട് താഴെ പിന്നെ അങ്ങനെ ദറജ കുറഞ്ഞു വരുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവർ, പരീക്ഷണത്തിലൂടെയാണ്, പരീക്ഷണമെന്ന തീച്ചൂളയിലൂടെയാണ് അല്ലാഹു തആല പരിഗണിക്കുന്നത്. മറന്നു പോകണ്ട. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ സമയം, ഖലീഫയായിരിക്കുന്ന സമയം, ആ ചെറുപ്പക്കാരൻ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഫൈദാ സല്ലൽ ഇശാ ഇൻസറഫ ഇലൈഹി വകാന ലഹു അബുൻ ശൈഖുൻ കബീറുൻ. ഒരു പ്രായം ചെന്ന വാപ്പയൊക്കെ ഉണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരന്. വീട്ടിലൊരു പ്രായം ചെന്ന വാപ്പയുണ്ടായിരുന്നു, കുടുംബത്താണ്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ നേരെ വാപ്പയുടെ അടുത്ത് പോവും, നേരെ വാപ്പയുടെ അടുത്ത് പോവും. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിവസവും അങ്ങനെയാണ്. ഇശാ നിസ്കരിക്കുക, എല്ലാം കഴിഞ്ഞ് വാപ്പായെ കാണും, പിന്നെ വീട്ടിലോട്ട് പോവാ. പോകുന്ന വഴിക്ക് സുബ്ഹാനല്ലാഹ് ഒരു പെണ്ണുണ്ട്. പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടിയുണ്ട്. ഇയാൾ അത്യാവശ്യം നല്ല ഗ്ലാമറുള്ള ആളാണ്. പോകുന്ന വഴിക്ക് അവളിങ്ങനെ തൊണ്ട എനക്കലും ഒരു ബഹളവും ഒരു കാണിക്കലും ഒരു മിസ് കോൾ അടിയും ഒരു വാട്സാപ്പിലൊരു മെസ്സേജും. അത് ഞാൻ കൂട്ടിയതാണ് കേട്ടോ. ഇങ്ങനെ അയാളെ ആകർഷിക്കാനുള്ള ചില പണിയെടുക്കലാണ്. ഈ പെണ്ണിന് അവനെ കിട്ടണം. പല പണിയും പല ദിവസവും ഇങ്ങനെ മാറി മാറി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം എന്തോ ഇബ്ലീസ് ഇദ്ദേഹത്തിനെ പറ്റിച്ചു. ഇബ്ലീസ് ആരെയും പറ്റിക്കും, സൂക്ഷിച്ചോണം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെയും പറ്റിക്കാൻ ചെന്നു. അതാ പറഞ്ഞേ, എല്ലാവരുടെ അടുക്കലും ഈ പഹയം വരും. പക്ഷേ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു, ആരാണ് മഹാനവറുകൾ? ഔലിയാക്കന്മാരുടെ നേതാവാണ്. ഖുത്ബുർ റബ്ബാനി വൽ ഗൗസുസ് സമദാനി മഹ്ബൂബ് സുബ്ഹാനി ഖിന്ദീൽ നൂറാനി അഷ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അത് ഗൗസുൽ ആദം തങ്ങളായതുകൊണ്ട് ഞാൻ എന്നാ പരിസരത്ത് പോകണ്ട എന്ന് ഇബ്ലീസ് ചിന്തിച്ചില്ല. അവിടെ പോയി ഒന്ന് പണിഞ്ഞു നോക്കി, പക്ഷെ പരാജയമായി പോയി. എല്ലാവരുടെ അടുത്തും വരും. നമ്മുടെ അടുത്തൊക്കെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? വന്നാലെന്നല്ല, നമ്മുടെ അടുത്ത് നിന്ന് പോകണ്ടേ ഉസ്താദേ, ഈ ചെങ്ങായി ഒന്ന് പറഞ്ഞുവിടാൻ പറ്റുന്നില്ലല്ലോ എന്നാണല്ലേ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല ചിന്തകൾ തരട്ടെ, തഖ്വയുള്ള ജീവിതം തരട്ടെ, ഇബ്ലീസിനെ അകറ്റി നിർത്തിയുള്ള സംശുദ്ധമായൊരു ജീവിതം. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ് സൂഫിയാണ്, മഹാനാണ്, വിലായത്തിന്റെ അഹ്ലുകാരനാണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഗർജന സിംഹമാണ്. അല്ലാഹ്
അക്കാലഘട്ടത്തിൽ ആ പരിസരത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായി നിലകൊണ്ട മഹാനായ ആലമ്പാടി ഉസ്താദ് സമാനരായൊരു പണ്ഡിതൻ വേറെയുണ്ടോ? പുത്തൻവാദികളുടെ പേടി സ്വപ്നമാണ്. ഇപ്പോഴും ആ പേര് കേൾക്കുമ്പോൾ പുത്തൻവാദികൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന പേരാണ് ആലമ്പാടി ഉസ്താദ്. അല്ലാഹുവിന്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവിടുത്തെ ഖിലാഫത്തിന്റെ സമയത്തുള്ള ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താണ്? അപ്പോ ഈ പെണ്ണെന്ത് ചെയ്തു? ഒരു ദിവസം ഇയാളെ പറ്റിച്ചു. അപ്പോ ഈ ചെറുപ്പക്കാരൻ ഒരു നിമിഷം അവളിലേക്കൊന്ന് തിരിഞ്ഞുപോയി. അല്ലാഹ് ഫലമ്മാ ഹമ്മ യദ്ഖുലൽ ബൈത ഖൽഫഹാ, എന്നാ പുറകിലൊന്ന് പോകാനൊന്ന് ചിന്തിച്ചിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ഒരു ചെറിയ സെക്കൻഡ് സമയം അങ്ങോട്ടൊന്ന് തിരിഞ്ഞു. വാപ്പായെ കാണാൻ പോവാണ്. ഇശാസ്കാരം കഴിഞ്ഞ് ഉപ്പാന്റെ അടുക്കലേ പോവാണ്. ആ റൂട്ടിൽ ചെന്നപ്പോ അവൾ അന്ന് എന്തോ ഡിസ്കോ കാണിച്ച് അങ്ങോട്ടങ്ങ് തിരിഞ്ഞു പോയി. പെണ്ണിന്റെ വാതില് റോഡിന്റെ സൈഡിലാണ്. അങ്ങോട്ടങ്ങ് തിരിഞ്ഞ സമയത്ത് സുബ്ഹാനല്ലാഹ്, ആ സമയം അല്ലാഹ് തദക്കറ ഖൗലൽ ഹഖ് സുബ്ഹാനഹു വ തആല. ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷണം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ആ പരീക്ഷണത്തിന്റെ പരിസരത്ത് വരുമ്പോൾ ഈമാനുള്ള ആളുകൾ റബ്ബിനെ ഓർക്കും, തിരിഞ്ഞു നടക്കും. അതാണ് വ്യത്യാസം. പരീക്ഷണം എല്ലാവർക്കും ഉണ്ടാവും. ഇത് ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. എനിക്ക് അല്ലാഹു എന്തെല്ലാം അനുവദിച്ച പാനീയം തന്നിട്ടുണ്ട് അല്ലേ? ജ്യൂസ് കുടിക്കാം, ഇളനീര് കുടിക്കാം, നാരങ്ങവെള്ളം കുടിക്കാം. എത്ര മധുരകരമായ പാനീയങ്ങൾ, സർബത്തുണ്ട്, നല്ല പച്ചവെള്ളമുണ്ട്, തണുത്ത വെള്ളമുണ്ട്, ചൂടുവെള്ളം വേണ്ടവർക്ക് അതുണ്ട്. എത്ര നൂറുകണക്കിന് വെള്ളങ്ങൾ അല്ലാഹു അനുവദിച്ചു തന്നു. എന്നിട്ട് റബ്ബ് പറഞ്ഞില്ലേ, നിങ്ങൾ മദ്യപാനം നടത്താൻ പാടില്ല. ആ മോശപ്പെട്ട ദുർഗന്ധമുള്ള മനുഷ്യ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന, അവന്റെ സമ്പത്ത് നശിപ്പിക്കുന്ന, അവന്റെ കുടുംബം കലക്കുന്ന, അവന്റെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന, ആഖിറം നഷ്ടപ്പെടുത്തുന്ന, ദുനിയാവിലെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന, സർവ്വസമയവും അപമാനിതരായിത്തീരുന്ന ആ കള്ള് നീ കുടിക്കല്ലേ. നിനക്ക് അനുവദിച്ച ഒരുപാട് വെള്ളങ്ങൾ അല്ലാഹു ദുനിയാവിൽ തന്നു. ഒരു മുഅ്മിനായ മനുഷ്യന് മുമ്പിൽ ഒരു കൂട്ടുകാരൻ, ഒരു ടീം വിളിച്ചുടാവാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. നീ സ്ഥിരതിന്റെ ആളാവണ്ട, വേണ്ട. അല്ലാഹു അവിടെ കൊണ്ടിരുത്തി, അങ്ങനെയുണ്ടല്ലോ, അവിടെ കൊണ്ടിരുത്തി കാര്യമൊന്നും പറഞ്ഞില്ല. അങ്ങനെ നോക്കുമ്പോ പൊതി അഴിച്ചൊരു കുപ്പി എടുത്ത് മേശപ്പുറത്ത് വെക്കുകയാണ്. രണ്ടൂന്ന് ഗ്ലാസ് വെക്കുന്നു. അപ്പോഴും അവൻ മിണ്ടിയില്ല. ഒരല്പനേരം ഇയാൾ മിണ്ടാതിരുന്നു. എന്താണ് ഇപ്പൊ സംഭവം? ഒരാശങ്ക ഇങ്ങനെ കുടിച്ചു പോയില്ലേ, ഞാൻ പെട്ടുപോയില്ലേ. ഒരല്പനേരം മറ്റേയാളുടെ കാര്യം പറഞ്ഞതിനൊക്കെ ഒരല്പനേരം ആശങ്കയിലായി. ആ സമയം തന്നെ നരകത്തിൽ കള്ളുകുടിയന്മാർക്കുള്ള ശിക്ഷ, ഭീകരമായ ഖബറുള്ള അവസ്ഥ, അസ്റായിലിനെ കണ്ടുമുട്ടുന്ന അവസ്ഥ, അവന്റെ ശരീരം, അല്ലാഹു തന്ന ഭാഗ്യം, ഇതൊക്കെ ഒരു നിമിഷം കൊണ്ടങ്ങ് ആലോചിച്ചു. ഓട്ടോമാറ്റിക്കായി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എനിക്ക് വേണ്ട, ഈ കൂട്ടുകെട്ട് എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്നതാണ്, ഇത് വലിയ അപകടമാണ്. നിങ്ങൾ അല്ലാഹനെ പേടിച്ചോളൂ, ഞാനിതിനില്ല. തിരിഞ്ഞു പോകുന്നു. മറ്റൊരു മോശത്തരം, അതാ ഒരന്യ പെണ്ണുമായി സംഗമിക്കാൻ ഒരുങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു സംഭവം തന്നെ ഇല്ലേ? ആ പാപത്തിലേക്ക് അടുക്കാൻ പോയപ്പോൾ തഖ്വയുള്ള പെണ്ണ് പട്ടിണിയും പരിവട്ടമായപ്പോൾ സമ്പത്തുള്ള തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്ന ആ പെണ്ണിനെ സമീപിച്ചു. ഹദീസിൽ കാണാം, നിനക്ക് ആവശ്യമുള്ള പൈസ തരാം, നീ എനിക്കൊന്ന് വഴങ്ങി തന്നാ മതി. നല്ല സൗന്ദര്യവതിയാണ്, പലപ്പോഴും ആഗ്രഹിച്ചതാണ്. പക്ഷെ അവൾ തഖ്വ ഉണ്ടായത് കൊണ്ട് ഒരിക്കലും ആ വാതിൽ തുറന്നിട്ടില്ല, ആ ഭാഗത്തേക്ക് ചിന്തിച്ചിട്ടില്ല, ആ കോൾ എടുത്തിട്ടില്ല, ആ മിസ് കോളിന് മറുപടി കൊടുത്തിട്ടില്ല, ആ വാട്സാപ്പ് ചാറ്റിൽ ഒരു ഡോട്ട് കൊണ്ട് പോലും മറുപടി അയച്ചിട്ടില്ല. അത് ചേർത്ത് വായിക്കാൻ ഞാൻ പറഞ്ഞതാണ്. ഹദീസിൽ നിങ്ങൾ പോയി വാട്സാപ്പ് ഹദീസിലുണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ പുതിയ കാലത്തോട് ചേർത്ത് പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം ആ പെണ്ണ്
പട്ടിണിയുടെ, പരിവട്ടത്തിന്റെ, പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, വിശപ്പിന്റെ വിളിയാളം മുന്നിൽ വന്നപ്പോൾ അയാൾ പറഞ്ഞു, നീ എന്ത് പറയുന്നു? നീ എനിക്കൊന്ന് വഴങ്ങിയാൽ നിനക്ക് പൈസ തിരിച്ചു തരണ്ട, കടവാക്കണ്ട, ദാനമായി തരാം. ഒരു നിമിഷം അവൾ അയാളുടെ പുറകിൽ പോകുന്നു. കണ്ടോ, പുറകിൽ പോകുന്നു. വിജനമായൊരു സ്ഥലത്തെത്തുന്നു. തങ്ങളെ ഒരു കണ്ണുകളും വീക്ഷിക്കുന്നില്ല എന്നൊരവസരം വരുന്നു. പാപം ചെയ്യാൻ അടുക്കുന്നു. വിവസ്തരാകുന്നു. പെണ്ണ് പേടിച്ച് വിറക്കുന്നു. അയാളോടൊരു ചെറിയ വഅദ് പറയുന്നു. 2 ദിവസത്തെ വഅദല്ല, 2 മണിക്കൂറത്തെ വഅദല്ല. നിങ്ങൾ ഹലാലായ മാർഗത്തിലൂടെ, വൈവാഹിക ജീവിതത്തിലൂടെ അല്ലാതെ എന്നെ പ്രാപിക്കരുത്. എന്നെ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ആ പെണ്ണ് പറഞ്ഞു, വൈവാഹിക ബന്ധത്തിലൂടെ അല്ലാതെ നിങ്ങൾ എനിക്ക് ഹലാലല്ല, ഞാൻ നിങ്ങൾക്കും ഹലാലല്ല. എന്നെ നാളെ പരലോകത്തിൽ മോശക്കാരിയായി റബ്ബ് എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന ഒരു ദുരവസ്ഥ വരുത്താൻ പാടില്ല. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഇത്തഖുല്ലാഹ്, അല്ലെങ്കിൽ ഇത്തഖില്ലാഹ്, റബ്ബിനെ പേടിക്കണം. വൈകാരിക പ്രകടനത്തിൽ നിന്ന് വലിയ പാപത്തിലേക്ക് പോകാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ ഒരു ചാട്ടുളി പോലെ തഖ്വയുടെ പദങ്ങൾ വന്ന് തറച്ചു. അയാൾ ബോധരഹിതനായി, ഇലം പരിശായി. അയാൾ ഉണർന്ന സമയത്ത് നിലവിളിച്ചു. പിന്നെ ആ പാപത്തിലേക്ക് പോയിട്ടില്ലെന്ന് മാത്രമല്ല, വലിയൊരു മുത്തഖിയായി അയാൾ മാറി. അപ്പൊ പാപത്തിന്റെ പരിസരത്തെത്തുമ്പോൾ പരീക്ഷണാണ്. ഈമാനുള്ളവർ തിരിഞ്ഞു നടക്കും. ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ പുറകിൽ ഇബ്നു അസാക്കിർ തങ്ങൾ അവിടുത്തെ താരീഖ് ദിമഷ്കിൽ പറയുകയാണ്, പെണ്ണിന്റെ പുറകിലേക്ക് പോയപ്പോൾ തിരിഞ്ഞങ്ങ് പോയി. ഒരു നിമിഷം ഇബ്ലീസ് പറ്റിച്ചു. ആ സമയം തദക്കറ ഖൗലൽ ഹഖ് സുബ്ഹാനഹു വ തആല, റബ്ബിന്റെ ഒരു കലാം, ഒരു ആയത്തോർക്കുകയാണ്. കണ്ടോ, ആ സമയം ഒരായത്തോർക്കുകയാണ്. ചെറുപ്പക്കാരാ, ഞാൻ ഇടക്കിടക്ക് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, 100 പാപത്തിന്റെ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. റബ്ബിനെ കുറിച്ച് ഓർമ്മയില്ലാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. പഴയ കാലമല്ല, 100 പാപങ്ങൾ നമ്മുടെ മുമ്പിലൂടെ പോവുകയാണ്. സുവർണാവസരങ്ങളാണ്. പക്ഷേ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയും തഖ്വയും ഇല്ലാത്ത ഹൃദയത്തിന് രക്ഷപ്പെടാൻ സാധ്യമല്ല. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നല്ല കരുത്തുറ്റ ഖൽബ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് സദസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അല്ലാഹു ഹിമ്മത്തും ഹിഫ്ളും നുസ്റത്തും ഹിമായത്തും എല്ലാ ഖൈറാത്തുകൾക്കുള്ള അബ്വാബുകളും അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. ഈ ചെറുപ്പക്കാരൻ ഏത് ആയത്താണ് ആ സമയത്ത് ഓർത്തതെന്നറിയോ? ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഞാൻ നിർത്തുകയാണ്. ഏതായത്താണ് ആ ചെറുപ്പക്കാരൻ ഓർത്തതെന്നറിയുവോ? ഇന്നല്ലദീന തഖൗ, മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ, പിശാച് അവരെ ആക്രമിച്ചാൽ, ദുശ്ചിന്തയിലേക്ക് കൊണ്ടുപോയാൽ, പാപത്തിന്റെ പരിസരത്തിലേക്ക് അവരെ തിരിച്ചുവിട്ടാൽ, തദക്കറൂ, അവരല്ലാഹുവിനെ കുറിച്ച് ഓർക്കും. പരിസരത്തേക്ക് തിരിയും, പക്ഷെ അല്ലാഹുവിനെ കുറിച്ച് പെട്ടെന്ന് ഓർക്കും. ആ സമയം ഫൈദാഹും മുബ്സിറൂൻ, അവര് നല്ല തബ്സിറത്തുള്ളവരായി മാറും. അവര് നല്ല ഉൾക്കാഴ്ചയുള്ളവരായി മാറും. അവരാ പാപത്തിൽ നിന്ന് ഓടിയകലും. അവരല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ഉളരിയാകും. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബി. കണ്ടോ, ഈ ആയത്ത് ഈ ചെറുപ്പക്കാരന്റെ തഖ്വയുള്ള ചെറുപ്പക്കാരന്റെ മനസ്സിലങ്ങ് വരുകയാണ്. അയാളുടെ മനസ്സിലങ്ങ് വന്ന സമയത്ത് ഫഖറ മഗ്ശിയൻ അലൈഹി, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ബോധം കെട്ട് വീഴുകയാണ്. ഫഹുമില ഇലാ അബീഹി ളല്ല ശാബു മഗ്ശിയൻ അലൈഹി ഹത്താ ദഹബ സുൽസയിൽ ലൈൽ.
ആളുകൾ കൊണ്ടുവന്നതാ താങ്ങിപ്പിടിച്ച് വാപ്പാന്റെ അടുത്ത് കൊണ്ടുപോയാണ്. രാത്രിയാണ്. അല്ലാ എല്ലാ ദിവസവും ഇശാംസ്കരിച്ചിട്ട് വാപ്പാന്റെ അടുക്കിലേക്ക് വരുന്ന മോനെ കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ആളുകൾ ബോധമില്ലാത്ത മകനെ കൊണ്ടുപോയി ഉപ്പാന്റെ അടുത്ത് കടത്തുകയാണ്. യാ റബ്ബ്, എന്തവസ്ഥയാണ്! അതാ രാത്രിയുടെ 3 കഴിയുമ്പോഴേക്ക്, പാതിര കഴിയുമ്പോഴേക്ക് വലമ്മാ ഫാഖ, മോൻ ബോധം വന്നു, കണ്ണു തുറന്നു. അല്ലാഹ് സഅലഹു അബൂഹു അമ്മാ ഹദസ ഫഅഖ്ബറഹു. എന്തു പറ്റി മോനെ? കഴിഞ്ഞ് എൻ്റെ അടുക്കലേക്ക് വരുന്ന പൊന്നുമോനെ, നിനക്ക് എന്തു പറ്റി? ആ പെണ്ണിന്റെ വീട്ടിന്റെ വാതിൽക്കൽ നിന്നാണല്ലോ ആളുകൾ കൊണ്ടുവന്നത്. നിനക്കെന്ത് സംഭവിച്ചു മോനെ? ഒരു വാപ്പ പരിഭവത്തോടെ ചോദിക്കുകയാണ്. ഫഖാല ലഹു, ആ ചെറുപ്പക്കാരനോട് വാപ്പ ചോദിക്കുമ്പോൾ ഫഅഖ്ബറഹു, വാപ്പയോട് ഉണ്ടായ കാര്യം പറഞ്ഞു. ഇങ്ങനെയാണ്, ഞാൻ അറിയാതെ ഇബ്ലീസ് എന്നെ പറ്റിച്ചു, ഞാനൊന്ന് തിരിഞ്ഞു. ആ സമയം എനിക്ക് റബ്ബിന്റെ ഒരു കലാമോർമ്മ വന്നു. ഞാനത് പാരായണം ചെയ്തു. ഞാനതിന്റെ പ്രകമ്പനം കൊണ്ട് ബോധം കെട്ടു വീണു. വാപ്പ ചോദിക്കുന്നു. ഫഖാല ലഹു അബൂഹു യാ ബുനയ്യ വഅയ്യു ആയത്തിൻ ഖറഅത, നീ ഏതായത്താണെടാ ഓതിയത്? നീ ഏതാണ് ആയത്ത് ചിന്തിച്ചത്? ഏതായത്താണ് നിന്റെ ബോധം കെടുത്തിയത്? ഏതായത്താണ് നിന്റെ ഹൃദയത്തിൽ പ്രകമ്പനമുണ്ടാക്കിയത് മോനെ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ ആ ആയത്ത് ഒന്നുകൂടി ഓതുകയാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. രണ്ടാമതും ആ ചെറുപ്പക്കാരൻ ആയത്ത് ഓതിയപ്പോൾ അപ്പോഴും അല്ലാഹ് ഫഖറ മഗ്ശിയൻ അലൈഹി, രണ്ടാമതും ബോധം കെട്ട് വീഴുകയാണ്. ഈമാനിന്റെ വലിപ്പം കൊണ്ടോ പെങ്ങളെ, 100 അവസരങ്ങളാണ്. ക്യാമ്പസിൽ അവസരമാണ്, ബസ്സിൽ അവസരമാണ്, യാത്രയിൽ അവസരമാണ്, മൊബൈലിൽ അവസരമാണ്, നിന്റെ വീട്ടിലാണ്, ബെഡ്റൂമിലാണ്, നിന്റെ പ്രൈവറ്റിൽ ഒരതാ രംഗങ്ങളിൽ പോലും തിന്മ ചെയ്യാൻ അവസരമുള്ള ലോകമാണ് മോളെ. അന്ത്യനാളിന് ഏറെ ദൂരമില്ല. അപ്പൊ കരുത്തുള്ള ഈമാനില്ലാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. വമൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. 100 രക്തസാക്ഷിയുടെ പ്രതിഫലമാണ് ഒരു സുന്നത്ത് മുറുകെ പിടിക്കുന്നതിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓഫർ ചെയ്തിട്ടുള്ള ഒരു കാലമാണോ ഈ കാലമെന്ന് കാര്യമായി നാം ചിന്തിക്കേണ്ടതുണ്ട്. വലിയ തെറ്റുകൾ ഇന്ന് ചെറിയ തെറ്റുകളാണ് അല്ലേ? സമൂഹത്തിൽ മുമ്പ് മുഅ്മിനീങ്ങളുടെ ഇടയിൽ വലിയ ഭീകരമായ പാപങ്ങളായി കണ്ടിരുന്നത് ഇന്ന് ചെറിയ തെറ്റുകളാണ്. മുമ്പ് ചെറിയ തെറ്റുകളായി കണ്ടിരുന്നതോ ഇന്ന് ജീവിതത്തിന്റെ ഭാഗമാണ്. അത്രമേൽ കാലം മാറിപ്പോയി, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ രണ്ടാമതും ആ ചെറുപ്പക്കാരൻ ബോധം കെട്ടുപോയി. കുടുംബക്കാരും വാപ്പയും അവരൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുമ്പോ ഇന്നാലില്ല, ആ ബോധം കെട്ടത് പിന്നെ ഉണർച്ചയിലേക്ക് വന്നിട്ടില്ല. വഇന്നാ ഇലൈഹി റാജിഊൻ. ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ ആയത്തിങ്ങനെ ഓതി 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 റബ്ബിനെ ഭയപ്പെട്ട് കൽബ് പൊട്ടിയിട്ട് റബ്ബിലേക്ക് പ്രയാണം നടത്തി. രാത്രിയിൽ തന്നെ മയ്യത്തതാ കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കാരം കഴിഞ്ഞ് മറമാടിപ്പോയി. രാത്രിയിൽ തന്നെ ഖബറടക്കി. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് അതാ സ്വബാഹിൽ പ്രഭാത സമയത്ത് തന്നെ റഫഅൽ അംറു ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിവരം അറിഞ്ഞു. ആ ചെറുപ്പക്കാരന് പരിചയമുണ്ടല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. കാര്യമറിഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ആ വാപ്പാന്റെ അടുക്കൽ വരികയാണ്. വാപ്പാന്റെ കൈ പിടിക്കുകയാണ്. ഫഅസാ ഫജാ ഇലാ അബീഹി ഫഅസാ അഅ്ളമല്ലാഹു അജ്റക അഹ്സന ഗസാക വഗഫറ ലിമയ്യതിക. തഅസിയത്ത് ചെയ്തു. എന്നിട്ട് അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുമ്മ അതാ ഖബറ ശാബ്, ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ അടുക്കൽ പോവുകയാണ്. വസാഹ ഖായിലാ. അത്രയുമായപ്പോഴേക്കും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ഫുലാൻ
വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ മഖാമിനെ ഭയപ്പെടുന്നവർക്ക് സ്വർഗ്ഗത്തിൽ 2 സ്ഥാനമുണ്ട് എന്ന് ഖുർആൻ. ഈ ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഓതുകയാണ്. ഇതിന്റെ തഫ്സീറിൽ കാണാം ഏതാണ് ഈ പറഞ്ഞ മഖാം. അല്ലാഹുവിന്റെ മഖാമിനെ ഭയപ്പെടുന്നവർക്ക് സ്വർഗ്ഗത്തിൽ 2 സ്ഥാനം, 2 സ്വർഗം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പാപം ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കെ ആ പാപത്തിൽ നിന്ന് തിരിഞ്ഞു നടന്നാൽ അവർക്ക് സ്വർഗത്തിൽ വലിയ 2 സ്ഥാനമുണ്ടെന്ന് ഖുർആൻ. ഈ ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഓതി. ആ സമയത്ത് അത്ഭുതം കണ്ടോ? ഫഅജാബഹു സൗത്തുൽ ഫതാ മിനൽ ഖബർ. ഖബറിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ തിരിച്ച് സംസാരിക്കുകയാണ്. ഇബ്നു അസാക്കിർ തങ്ങൾ പറയുന്നു, ഖബറിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് മറുപടി പറയുകയാണ്, യാ ഉമറു ഖദ് അഅതാനിഹാ റബ്ബി ഫിൽ ജന്നതി മറത്തൈൻ. എനിക്ക് ആ 2 സ്ഥാനം അല്ലാഹു ഖബറിൽ നൽകി കേട്ടോ. ചെറുപ്പക്കാരാ, അതുകൊണ്ട് കാര്യമായി ആലോചിക്കേണ്ട സമയമാണ്, സാഹചര്യമാണ്. പഴയ കാലമല്ല. നമുക്ക് നല്ല റാഹത്തുള്ള ഒരു മൗത്ത് വേണം. എങ്ങനെയായിരുന്നാലും ജീവിക്കും. പക്ഷേ ഒരു മരണത്തിലേക്കാണ്. ഓരോ ദിവസവും ഖബറിലേക്ക് അടുക്കുകയാണ്. നമ്മുടെ പ്രായം വാസ്തവത്തിൽ കൂടുകയല്ല, കുറയുകയാണ്. ഏറ്റവും കൂടുതൽ പ്രായമുള്ള സമയം എപ്പോഴാണ്? ജനിച്ച സമയമാണ്. ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം ഒരു ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് വെള്ളം കളഞ്ഞിട്ട് ഇപ്പോഴാണോ കൂടുതലുള്ളത്, ഇപ്പോഴാണോ കുറവുള്ളത് ചോദിച്ചാൽ ആദ്യത്തെക്കാളും കുറവ് ആ വെള്ളം കുറച്ച് പോയതിനു ശേഷമാണെന്ന് പറയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ജനിച്ച സമയത്ത് 90 വയസ്സുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ 25 വയസ്സിൽ മരിക്കാൻ പോകുന്ന ആളാണെങ്കിൽ, ആ 25 വയസ്സ് ജനിച്ച സമയത്തുണ്ട്. പിന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രായം കുറയുകയാണ്. തടി കൂടുന്നുണ്ട്, മീശ വരുന്നുണ്ട്, മസിൽ വരുന്നുണ്ട്, വലിയ പുഷ്ടി വരുന്നുണ്ട്, പൊക്കം വെക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമി ദൃഷ്ടിയിൽ അവൻ്റെ പ്രായം കുറയുകയാണ്. ഖബറിലേക്കുള്ള യാത്രയാണ്. അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ വേണ്ടതുപോലെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. മരണം വരെ നിന്നു നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, സയ്യിദ് അവറുകളുള്ള സദസ്സാണ്. മഹാനായ ആലമ്പാടി ഉസ്താദ് അവറുകൾ ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ കാര്യമായി പറയും. ഇടയ്ക്ക് ഞാനൊന്ന് ചെറിയ നിലക്ക് പറഞ്ഞിരുന്നു. വലിയ തൗഫീഖ് ലഭിച്ച മഹാനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരുപാട് പണ്ഡിതന്മാർ വഫാത്തായിട്ടുണ്ട്. ഒരുപക്ഷെ ആലമ്പാടി ഉസ്താദിനെക്കാളും ഇൽമിൽ മഹാറത്തുള്ള ആഴമുള്ള പണ്ഡിതന്മാർ വഫാത്തായി പോയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ, പരിസരത്ത്. പക്ഷേ എന്തുകൊണ്ട് ആലമ്പാടി ഉസ്താദിനെ സ്മരിക്കുന്നു? ആണ്ട് അവരുടെ കാര്യങ്ങൾ ഓർക്കുന്നു, അവരുടെ മദ്ഹ് ചൊല്ലുന്നു, അവരുടെ മൗലിദ് പാടുന്നു, അവരെ കുറിച്ച് മദ്ഹ് പറയുന്നു. കാരണം എന്തേ? അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ പുലിക്കുട്ടിയായിരുന്നു. സുന്നത്ത് ജമാഅത്ത് വിട്ടൊരു കളിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തിൻ്റെ പേരിലാണെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ വിഷയം വളരെ ഗൗരവത്തിൽ നാം മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദ് അൽ ഗസാലി റഹിമഹുല്ലാഹ് ഒരാളുടെ അവസാനം മോശമായി പോകുന്ന കാര്യം എണ്ണിയപ്പോൾ ആദ്യം പറഞ്ഞത് അൽ ബിദ്അത്തു, അന്ത്യം മോശമായി പോവുക, അവസാനം മോശമായി പോവുക, ഈമാനില്ലാതെ ചത്തുപോവുക. അതിൻ്റെ ഒന്നാമത്തെ അടയാളം പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പരിശുദ്ധമായ അഖീദ അത് വിട്ട് പുതിയ ഒരു മതത്തിലേക്ക് ചേക്കേറുമ്പോഴാണ്, പുതിയൊരു ആദർശം സ്വീകരിക്കുമ്പോഴാണ്. അത് പുത്തം പണം കയ്യിൽ കിട്ടിയപ്പോൾ പണത്തിന്റെ പളവളപ്പ് കൊണ്ടോ മറ്റേതെങ്കിലും സ്വാധീനം കൊണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ തറവാട്ടിൽ നിന്നും പുറത്തു പോയാൽ ആഖിറം നഷ്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആ വിഷയത്തിൽ അതീവ ഗൗരവമുള്ള മഹാനായിരുന്നു. ആരോടും മുഖം നോക്കാതെ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിരുന്നു. ഒരാളിനെയും ദീനിന്റെ വിഷയത്തിൽ ഭയപ്പെട്ടിരുന്നില്ല. അങ്ങനെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹമായിരുന്നു മഹാനായ ആലമ്പാടി ഉസ്താദ്. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിനെ നാഫിയാക്കി തരട്ടെ.